സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. മൂകം കരോതി വാചാലം പങ്കും ലംഘയത്തെ ഗിരിം യൽകൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാനിധേ പ്രസീദ മൽഗുരോ നാഥ. ജനകായ നമോ നമഃ. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാംബുധേ പ്രസീദ മൽപ്രിയേ നാഥേ. മാതൃരൂപേ നമോസ്തുതേ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. അഗജാനനപത്മാർക്കം ഗജാനനമഹർനിശം അനേകദം തം ഭക്താനാം ഏകദന്തമുപാസ്മഹേ. ഹരിതൻ പൂജകനായതിൻ്റെ സ്മരണാമോദത്തിലെത്തിയിവൻ കരിതൻ ധന്യതയാർന്ന നൽകഥകളെ പാടിയിടുവാനിന്നിതാ. ഹരിയാകും മമ വാതനാഥനിവനിൽ വാക്കായി നിറഞ്ഞിടുവാൻ കരിതൻ രൂപമെടുത്തൊരീ ഗണപതേ നീ താൻ തുണച്ചിടണേ. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. പങ്കജങ്ങൾ വിടർന്നു നിൽക്കുമ ഏറെ സുന്ദരമാം കുളം. പലവിധങ്ങളാമാഗ്രഹത്തോടെ എത്തിയെന്നു ഗജേന്ദ്രനും. പലതരത്തിലമാനകൾ അവയൊപ്പമെത്തി സരിത്തടേ. പങ്കജാക്ഷപദാരവിന്ദം അതോർത്തതില്ലവരൊട്ടുമേ. കൃഷ്ണ കൃഷ്ണ ഹരേ ജയ ഹരി കൃഷ്ണ കൃഷ്ണ ഹരേ ജയ. കൃഷ്ണ കൃഷ്ണ ഹരേ ജയ ഹരി കൃഷ്ണ കൃഷ്ണ ഹരേ ജയ. എത്രയും പരിശുദ്ധമായിടും വെള്ളമുള്ള കുളത്തിലായി ഏറിടും ശുഭചിന്തയാൽ കരിമെല്ലെ മെല്ലെ ഇറങ്ങിനാൻ. തുമ്പിയാൽ ജലം കോരിനാനവർ വേണ്ട പോലെ കുടിച്ചിനാൻ. തുമ്പമൊക്കവെ തീർന്ന പോലവേ ക്രീഡ ചെയ്തിതു സാമ്പ്രതം. കൃഷ്ണ കൃഷ്ണ ഹരേ ജയ ഹരി കൃഷ്ണ കൃഷ്ണ ഹരേ ജയ. കൃഷ്ണ കൃഷ്ണ ഹരേ ജയ ഹരി കൃഷ്ണ കൃഷ്ണ ഹരേ ജയ. അതിനു അടിയിലായി വാണിടും അതിഭീകരനൊരു ഗ്രാഹവും. ആന തന്നെ കാലിലായി പിടികിട്ടുവാനധ നോക്കിനാൻ. മുതല വന്നു കടിച്ചു കാലിലായി വേദനിച്ചു ഗജേന്ദ്രനും. മൂകമായി കരഞ്ഞു കൂട്ടുകാർ രക്ഷയേകുവതെങ്ങിനെ. കൃഷ്ണ കൃഷ്ണ ഹരേ ജയ ഹരി കൃഷ്ണ കൃഷ്ണ ഹരേ ജയ.
കൃഷ്ണ കൃഷ്ണ ഹരേ ജയ ഹരി കൃഷ്ണ കൃഷ്ണ ഹരേ ജയ. എത്രയും ബലമുള്ളവർ അവരെങ്കിലും കഴിയാതെയായി ഏറെ ദുഃഖമുണർന്നു കുഞ്ചരനാഥനേറെ തളർന്നു പോയി. ഏകരക്ഷകനായ ഈശ്വരൻ ഒന്നു മാത്രമതെന്നതും ഏകിടും ഹരിദുഃഖമോചനമെന്നതോർത്തിതു ആനയും. കൃഷ്ണ കൃഷ്ണ ഹരേ ജയ ഹരി കൃഷ്ണ കൃഷ്ണ ഹരേ ജയ. കൃഷ്ണ കൃഷ്ണ ഹരേ ജയ ഹരി കൃഷ്ണ കൃഷ്ണ ഹരേ ജയ. പൂർവജന്മകൃതങ്ങളാകുമ പുണ്യകർമ്മമതൊന്നിനാൽ പൂജ ചെയ്വതിനുള്ള മന്ത്രശതങ്ങളുള്ളിലായി വന്നുപോൽ പൂർണ്ണനാകുമദേവനെ കരിസന്തതം ഹൃദിയോർക്കവേ. പൂക്കളൊത്തു സമർച്ചനക്കഥ വേദവാണിയുണർന്നു പോയി. കൃഷ്ണ കൃഷ്ണ ഹരേ ജയ ഹരി കൃഷ്ണ കൃഷ്ണ ഹരേ ജയ. കൃഷ്ണ കൃഷ്ണ ഹരേ ജയ ഹരി കൃഷ്ണ കൃഷ്ണ ഹരേ ജയ. അഖില ലോക ഗുരോ നമോസ്തുതേ അഖില ദുഃഖവും തീർക്കണേ. ആന തന്നുടെ പാപജീവിതം തീർക്കണേ കരുണാംബുധേ. നിർഗുണാത്മകനായ ദേവനെ നിസ്തുലം പ്രണമിച്ചുടൻ നിറയും കരുണയുമായി മാധവൻ മുന്നിൽ വന്നഹോ സത്വരം. കൃഷ്ണ കൃഷ്ണ ഹരേ ജയ ഹരി കൃഷ്ണ കൃഷ്ണ ഹരേ ജയ. കൃഷ്ണ കൃഷ്ണ ഹരേ ജയ ഹരി കൃഷ്ണ കൃഷ്ണ ഹരേ ജയ. മുതല തൻ്റെ കഴുത്തിലേക്കഥ ചക്രമെയ്തു ജനാർദ്ദനൻ. മുക്തനായി ഗജേന്ദ്രനും കരിമുന്നിലായി ഹരിമിന്നിനാൻ. കരിയ തൻ്റെ കരങ്ങളാൽ കരയേറ്റി കാർമുകിൽ വർണ്ണനും. കരിയതേക്ഷണം മാറിനാനധ ഹരിയതായി വിളങ്ങിനാൻ. കൃഷ്ണ കൃഷ്ണ ഹരേ ജയ ഹരി കൃഷ്ണ കൃഷ്ണ ഹരേ ജയ. കൃഷ്ണ കൃഷ്ണ ഹരേ ജയ ഹരി കൃഷ്ണ കൃഷ്ണ ഹരേ ജയ. ഭക്തിയോടെ വിളിക്കുകിൽ ദൃഢമെത്തിടും ഹരിനിശ്ചയം. ഭക്തി നേടുവതിന്നു നിത്യവും കൃഷ്ണപാദമതോർക്കുവിൻ. മധുര മധുരമാം കൃഷ്ണലീലകൾ നിത്യവും ഹൃദിയോർക്കുവിൻ. മാനവ തവ മാനസത്തിലായി മാധവൻ വിളയാടിടും. കൃഷ്ണ കൃഷ്ണ ഹരേ ജയ ഹരി കൃഷ്ണ കൃഷ്ണ ഹരേ ജയ. കൃഷ്ണ കൃഷ്ണ ഹരേ ജയ ഹരി കൃഷ്ണ കൃഷ്ണ ഹരേ ജയ. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഭഗവാന്റെ അനൽപമായ കാരുണ്യാതിരേകം ശ്രീമദ് ഭാഗവതം. അതിൽ 14 ലോകങ്ങളുടെയും നാഥനായ ഭഗവാനെ
സംസാര സാഗരത്തിൽ ആണ്ടുപോകുന്ന ഒരു ജീവനെ പോലെ വെള്ളത്തിലേക്ക് ആണ്ടുപോയ ഒരു കരിയെ ഹരിരക്ഷിതനായിട്ടുള്ള കഥ. അത് ശ്രീമദ് ഭാഗവതം ഉടനീളം കാണുന്ന ഒരു രീതി അനുസരിച്ച് വക്താവായ ശ്രീ ശുകബ്രഹ്മർഷി ചുരുക്കി പറഞ്ഞു. അപ്പോഴാണ് താമസമന്വന്തരത്തിൽ ആ കഥ വിസ്തരിച്ച് കേൾക്കാൻ, തൻ്റെ അകത്തുള്ള എല്ലാ തമസ്സിനെയും ഇല്ലാതെയാക്കുന്ന, താമസമില്ലാതെ ഭക്തനെ തേടിയെത്തുന്ന താമരക്കണ്ണൻ്റെ കഥ വിസ്തരിച്ചു പറഞ്ഞു തരണേ എന്ന് പരീക്ഷിത്ത് അപേക്ഷിക്കുന്നതും, ഗജേന്ദ്രമോക്ഷം കരിയെ രക്ഷിച്ച ഹരിയുടെ കഥയായി അവിടെ 3 അധ്യായങ്ങളെ കൊണ്ട് പറയുന്നതും. അഷ്ടമസ്കന്ധത്തിൻ്റെ ആദ്യത്തെ അധ്യായത്തിൻ്റെ അവസാന രംഗങ്ങളിലാണ് പറഞ്ഞത്, തത്രാഭിജജ്ഞേ ഭഗവാൻ ഹരിണ്യാം ഹരിമേധസ ഹരിരിത്യാഹൃതോയേന ഗജേന്ദ്രോ മോചിതോ ഗ്രഹാൽ. ഗജേന്ദ്രനെ ഒരു മുതലയിൽ നിന്ന് രക്ഷിച്ച ഹരിയുടെ കഥ, ഹരിണിയുടെയും ഹരിമേധസിൻ്റെയും പുത്രഭാവത്തിൽ അവതരിച്ച ഹരിയുടെ കഥ, കരിയെ രക്ഷിച്ച ഭഗവാന്റെ കാരുണ്യത്തിൻ്റെ കഥ, അതാണ് ഇവിടെ ഹരിയെ മടിയിലിരുത്തുന്ന കരിവദനനായ ആ ഗണപതിയുടെ മുമ്പിൽ, ഗോപീ ഗണപതിയെ മടിയിലിരുത്തുന്ന ഗണപതിയുടെ മുമ്പിൽ, ആ ആനയാനനൻ്റെ മുമ്പിൽ ആനയുടെ കഥ പറയാനുള്ളൊരു ഭാഗ്യം കൈവന്നിരിക്കുന്നു. ഇങ്ങനെ ചുരുക്കി പറഞ്ഞപ്പോൾ ബാദരായണയേ തത്തേ ശ്രോതുമിച്ഛാമഹേ വയം ഹരിർയഥാ ഗജപതിം ഗ്രാഹഗ്രസ്തമമൂമുചൽ തത്കഥാസു മഹൽ പുണ്യം ധന്യം സ്വസ്ത്യയനം ശുഭം യത്രയത്രോത്തമ ശ്ലോകോ ഭഗവാൻ ഗീയതേ ഹരി. അവിടെ പറഞ്ഞു, ആ കീർത്തിക്കപ്പെടുന്ന ഹരിയുടെ കീർത്തി, ആ യശസ്സിനെ കേൾക്കാൻ വലിയ താല്പര്യം. ശ്രോതുമിച്ഛാമഹേ വയം, ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ആ ചോദ്യത്തിന് അല്ലെങ്കിൽ ആ ആഗ്രഹത്തിന് തൻ്റെ അക്ഷരങ്ങളാകുന്ന അനുഗ്രഹം നൽകുകയാണ് ശ്രീ ശുകബ്രഹ്മർഷി പിന്നീടുള്ള വരികളിലൂടെ നമുക്ക് കാണിച്ചു തരുന്നത്. എന്താണ് ഗജേന്ദ്രമോക്ഷം? നമ്മൾ ഓരോരുത്തരും അനുഭവിക്കുന്ന ജീവിതത്തിലെ ദുഃഖങ്ങൾ തന്നെയാണ് ഗജേന്ദ്രൻ എന്ന ആനയുടെ കഥയിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നത്. നമുക്കും ഇങ്ങനെ തന്നെയാണ്. ഗജേന്ദ്രനെ പോലെ സൗഭാഗ്യത്തിൻ്റെ കൊടുമുടിയിലിരിക്കുമ്പോൾ തൻ്റെ ശക്തിയിൽ അമിതമായി വിശ്വാസം വരുന്ന ഓരോ ജീവനും ഭഗവാനെ മറന്നു കഴിയുന്ന ഒരു സന്ദർഭമുണ്ടാവാറുണ്ട്. പുതിയ ഭാഷയിൽ പറഞ്ഞാൽ അടിച്ചുപൊളിച്ച് ജീവിക്കുക, അങ്ങനെയുള്ള ഒരു അടിപൊളി ജീവിതം നടത്തിയ ആളാണ് ഗജേന്ദ്രൻ എന്നാണ് പറയണത്. ആ ഗജേന്ദ്രനെക്കുറിച്ച് പട്ടേരിപ്പാട് പറയുന്നത് ത്വൽ ഭക്താനാം കുത്രനോൽക്കർഷലാഭ എന്നാണ്. ഭഗവാന്റെ ഭക്തന്മാർക്ക് എവിടെയും ഔന്നത്യമാണ്, എവിടെയും ഭഗവാൻ ആ ഭക്തനെ കൈപിടിച്ച് ഉയർത്തുന്നതായിട്ട് കാണാം. ആ ഭക്തന് മനസ്സിലാവും ഇത് എൻ്റെ ഉയരമല്ല, മറിച്ച് ഭഗവാന്റെ കാരുണ്യമാണ് എന്ന് തിരിച്ചറിവ് ഉണ്ടാവും. അത് ഉണ്ടാകാത്ത സമയത്താണ് നമുക്ക് ഇത്തരം ദുഃഖങ്ങളും ദുരിതങ്ങളുമൊക്കെ അനുഭവിക്കേണ്ടി വരുന്നത്. ഇവിടെ ശ്രീ ശുകബ്രഹ്മർഷി കഥ പറയാനായിട്ട് ആരംഭിച്ചു. ആസീത് ഗിരിവരോ രാജൻ സ്ത്രികൂട ഇതി വിശ്രുത. അങ്ങനെയാണ് കഥ പറയുക അല്ലേ. ഒരിക്കലൊരിടത്ത് ഒരു ആനയുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ ആ ആന തൻ്റെ ആമയങ്ങളിൽപ്പെട്ട് കഷ്ടപ്പെട്ടപ്പോൾ ആനന്ദസ്വരൂപനായ ഭഗവാനെ വിളിച്ച് കരഞ്ഞു. ആ കരച്ചിലാണ് ഗോപികമാരുടെ കരച്ചിലൊക്കെ പറയുന്നത് പോലെ സുസ്വരം ആയി നമുക്ക് പ്രഭാതത്തിൽ അനുഭവപ്പെട്ടത്. അങ്ങനെ എല്ലാം മറന്ന് ആ കരച്ചിലിലൂടെ, ആ തിരച്ചിലിലൂടെ ഭഗവാനെ അന്വേഷിക്കുമ്പോൾ തീർച്ചയായും ഭഗവാൻ നമ്മുടെ രക്ഷയ്ക്കായിട്ട് വരും എന്ന് കാണിക്കുന്ന കഥ കൂടിയാണ് ഗജേന്ദ്രമോക്ഷം. അവിടെ പാൽക്കടലാൽ ചുറ്റപ്പെട്ട
1000 യോജന ഉയർന്നു നിൽക്കുന്ന ശോഭായമാനമായിരിക്കുന്ന ത്രികൂട പർവ്വതം. ഗിരിവര എന്നാണ് പർവ്വതങ്ങളിൽ ശ്രേഷ്ഠനായിട്ടുള്ള ആ ത്രികൂട പർവ്വതം. ആ ത്രികൂട പർവ്വതത്തിലാണ് കഥ നടക്കുന്നത്. ത്രികൂട പർവ്വതത്തിൻ്റെ താഴ്വരയിൽ ഋതുമത്ത് എന്ന അതിമനോഹരമായ ഉദ്യാനം. ആ ഉദ്യാനത്തിൽ കളിച്ചും ചിരിച്ചും നടന്നിരുന്ന ആ ആന. അപ്പോഴാണ് പട്ടേരിപ്പാട് പറയുന്നത് ത്വൽഭക്താനാം കുത്രനോൽക്കർഷലാഭ. അവിടുത്തെ ഭക്തന്മാർക്ക് എന്നും ഔന്നത്യം. ആ ഭക്തിയുടെ തലത്തിലേക്ക് ഇപ്പോൾ എത്തിയിട്ടില്ലെങ്കിലും പൂർവജന്മാർജിതമായ ആ വാസനാബലം കൊണ്ട് തന്നെ ഗജേന്ദ്രനായി മാറി. കാട്ടിലെ രാജാവ് എന്ന് പറയുന്നത് മൃഗേന്ദ്രൻ, സിംഹമാണ്. ആ സിംഹമൂർത്തിയായിരിക്കുന്ന ഭഗവാന്റെ ഭക്തനെ ഭഗവാൻ സ്ഥാനമൊഴിഞ്ഞ് തൻ്റെ സ്ഥാനത്ത് കയറ്റിയിരുത്തി എന്ന് വേണമെങ്കിൽ പറയാം. ഭഗവാൻ മൃഗേന്ദ്രനാണ് അല്ലേ, നരഹരിമൂർത്തിയാണ്. ആ കഥകളാണ് നമ്മൾ ഇതിനു മുമ്പ് സപ്തമസ്കന്ധത്തിൽ കേട്ടത്. അങ്ങനെ ആ മൃഗേന്ദ്രനായ ഭഗവാന്റെ ഭക്തൻ ഗജേന്ദ്രൻ. ഭഗവാന് ഭക്തനെ ഔന്നത്യത്തിലേക്ക് എത്തിക്കാൻ വലിയ താല്പര്യമാണ്. അതുകൊണ്ടാണ് തൻ്റെ ആ സിംഹാസനം ഭക്തനു വേണ്ടി ഒഴിഞ്ഞുകൊടുത്തത്. പ്രഹ്ലാദൻ്റെ കഥയിൽ നമുക്കത് കാണാൻ സാധിക്കും. ഹിരണ്യകശിപുവിനെ നിഗ്രഹിച്ച് ആ സിംഹാസനം പിടിച്ചടക്കി സിംഹാരവം മുഴക്കിക്കൊണ്ടിരിക്കുന്ന നരസിംഹമൂർത്തി പ്രഹ്ലാദനെ ആ സിംഹാസനത്തിൽ കയറ്റിയിരുത്തി. അതേപോലെ കാടിൻ്റെ രാജാവായ ആ സിംഹം എന്തു ചെയ്തു? ആനയെ കാടിൻ്റെ രാജാവാക്കി മാറ്റി എന്നാണ്. അങ്ങനെ ആ അതിമനോഹരമായ പാൽക്കടലാൽ ആവരണം ചെയ്യപ്പെട്ട ത്രികൂടപർവ്വതത്തിൻ്റെ താഴ്വരയിൽ ഋതുമത്ത് എന്ന വരുണൻ്റെ ഉദ്യാനത്തിൽ, അതിഗംഭീരമായിട്ടുള്ള ഉദ്യാനമാണെന്നാണ്. ഇവിടെ കിന്നരന്മാരൊക്കെ പാട്ടുപാടും. അവരുടെ മേഘനാദ സദൃശമായിട്ടുള്ള ആ പാട്ട് കേൾക്കുമ്പോൾ, അത് ഗുഹകളിലൊക്കെ തട്ടി പ്രതിധ്വനിക്കുമ്പോൾ സിംഹങ്ങൾ മറ്റ് സിംഹങ്ങളുണ്ട് എന്നുള്ള രീതിയിൽ തിരിച്ച് അങ്ങട് ഗർജിക്കാറൊക്കെ ഉണ്ട് എന്നാണ്. അങ്ങനെ തസ്യദ്രോണ്യാം ഭഗവതോ വരുണസ്യ മഹാത്മന ഉദ്യാനമൃദുമനാമ ആക്രീഡം സുരയോഷിതാം. ദേവസ്ത്രീകളൊക്കെ നൃത്തം ചെയ്യുന്ന അവരുടെ ആ ക്രീഡാസ്ഥലമായിരിക്കുന്ന ഋതുമത്ത് എന്ന വരുണൻ്റെ ആ ഉദ്യാനം. ആ ഉദ്യാനത്തിൽ ആണ് ഈ ഗജേന്ദ്രൻ തൻ്റെ ലീലകൾ ആടിക്കൊണ്ടിരുന്നത് എന്നാണ്. അതിമനോഹരമായ ഉദ്യാന വർണ്ണനയാണ് നമുക്കവിടെ കാണാൻ സാധിക്കുക. പുഷ്പങ്ങളും ഫലങ്ങളും എപ്പോഴും നിറഞ്ഞു നിൽക്കുന്ന ഉദ്യാനം. അവിടെ പ്ലാവുണ്ട്, അതേപോലെ മാവുണ്ട്, കവുങ്ങ്, തെങ്ങ്, മാതളം തുടങ്ങിയ നിരവധിയായിട്ടുള്ള വൃക്ഷങ്ങളും അതേപോലെ തന്നെ പൂക്കളും ഒക്കെ നിറഞ്ഞ അതിമനോഹരമായിട്ടുള്ള ഉദ്യാനം. ആ ഉദ്യാനത്തിലെ ജലാശയങ്ങളിൽ താമരപ്പൂക്കൾ വിടർന്നു നിൽക്കുന്നു. അതേപോലെ മത്സ്യമായും ആമയായുമൊക്കെ അവതരിച്ച ഭഗവാന്റെ പ്രതിരൂപമെന്നോണം മത്സ്യകച്ഛപ സഞ്ചാരച്ചലൽ പത്മരജപ്പയ എന്നാണ്. മത്സ്യങ്ങളും അതേപോലെ ആമകളുമൊക്കെ ചലിക്കുന്ന ഉദ്യാനങ്ങൾ, അതേപോലെ തന്നെ നിരവധിയായിട്ടുള്ള പൂച്ചെടികൾ, മന്ദാനിലൻ ആ വീശിക്കൊണ്ടിരിക്കുന്നു, അതിൽ സുഗന്ധം വമിച്ചും കൊണ്ട്. അങ്ങനെയുള്ള ആ ദിവ്യമായ ഉദ്യാനത്തിൽ യദ്ഗന്ധമാത്രാധരയോ, ഈ ആനയുടെ ആ ഗന്ധം ഉണ്ടായാൽ മാത്രം മതി അത്രേ. നമ്മളൊക്കെ പറയും ആനച്ചൂര് എന്നൊക്കെ പറയും. അത് അനുഭവിക്കുമ്പോൾ തന്നെ ആ ഗജേന്ദ്രൻ്റെ ശരീരത്തിൽ തട്ടി വീശുന്ന കാറ്റ് ഏൽക്കുമ്പോൾ തന്നെ അതിഭയങ്കരന്മായിട്ടുള്ള മൃഗങ്ങൾ പേടിച്ച് അവരുടെ വാലും മടക്കി അവരുടെ ഗുഹകളിൽ പോയിരിക്കുന്നു. തത്രൈകഥാ തദ്ഗിരി കാനനാശ്രയ. അങ്ങനെ ആ കാനനത്തെ ആശ്രയിച്ച് അവിടെ താമസിക്കുന്ന ഈ ഗജേന്ദ്രൻ കരേണുഭിർ വാരണയൂഥപശ്ചരൻ എന്നാണ്. അവിടെ ഗജസംഘത്തിൻ്റെ അധിപനായിരിക്കുന്ന ആ ഗജേന്ദ്രൻ പിടിയാനകളോടും കുട്ടിയാനകളോടും തൻ്റെ കൂട്ടുകാരായ കൊമ്പനാനകളോടും കൂടി അങ്ങനെ സഞ്ചരിക്കുന്നു. ഈ യാത്രയിലുടനീളം തൻ്റെ
ശക്തി കാണിച്ചും കൊണ്ടാണ്. പലതരത്തിലുള്ള വൃക്ഷങ്ങളുടെ ശിഖരങ്ങൾ മറിച്ചിടുക എന്ന് വേണ്ട ഏതൊക്കെ രീതിയിൽ തൻ്റെ ശക്തി കാണിക്കാമോ ആ രീതിയിലൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അടിച്ചു പൊളിച്ച് ജീവിച്ചിരുന്നു. ആ സന്ദർഭത്തിൽ ഈ ഗജേന്ദ്രൻ്റെ കാറ്റേൽക്കുമ്പോൾ തന്നെ വ്യാഘ്രാതയോ വ്യാളമൃഗാസ ഖഡ്ഗ മഹോരഗാശ്ചാപി ഭയാദ്രവന്തി എന്നാണ്. അവിടെ ഭഗവാന്റെ നാമത്തിൻ്റെ മാഹാത്മ്യം വർണ്ണിക്കുന്ന ആ ഹരീഗർജനം കേൾക്കുന്ന മാത്രയിൽ ഘോരപാപങ്ങളാം മൻഗജങ്ങൾ ദൂരത്തിൽ ഓടി മറയുന്നു, തൽക്ഷണം ഭാരിച്ച ഭീതിയിൽ ആതുരരായി എന്ന് പറയാറുണ്ട്. അങ്ങനെ ആ പാപങ്ങളാകുന്ന ആനക്കൂട്ടങ്ങൾ ഓടിമറിഞ്ഞിരുന്നുവെങ്കിൽ ഇപ്പോൾ ഇവിടെ ഭഗവാന്റെ ഭക്തനായതുകൊണ്ട് പട്ടേരിപ്പാട് പറയുന്ന ത്വൽ ഭക്താനാം കുത്രനോത്കർഷലാഭ എന്ന പ്രമാണമനുസരിച്ച് ഇവിടെ ഈ ആനക്കൂട്ടത്തിൻ്റെ വരവിൽ ആ ആനക്കൂട്ടത്തിൻ്റെ നാഥനായ ഗജേന്ദ്രൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ മറ്റു മൃഗങ്ങളൊക്കെ ഓടിപ്പോവാൻ തുടങ്ങി. ആ ശബ്ദത്തിൻ്റെ മേഘതുല്യമായ ആ അലർച്ചയിൽ, ആനയുടെ ചിഹ്നം വിളിയിൽ വൃക വരാഹ മഹിഷക്ഷ ശല്യ ഗോപുച്ഛ സാല്വാവൃകമർക്കടാശ്ച അങ്ങനെയുള്ള ക്ഷുദ്രജീവികൾ, ക്രൂരജീവികളൊക്കെ ഓടിമറയുമ്പോൾ തന്നെ അതിനോടൊപ്പം വളരെ ചെറിയ ജീവികൾ, സാധാരണ അങ്ങനെയുള്ള മുയലുകൾ, മാനുകൾ, ഇവരൊക്കെ ഭയം കൂടാതെ യദനുഗ്രഹേണ അവൻ്റെ അനുഗ്രഹം കൊണ്ട് അവിടെ സുഖമായിട്ട് കഴിഞ്ഞിരുന്നു. അങ്ങനെയുള്ളൊരു വേനൽക്കാലം, അതികഠിനമായിട്ടുള്ള ചൂട് കൊണ്ട് സഹിക്കാനാവാതെ ആനക്കൂട്ടം വെള്ളം തേടി ഇറങ്ങി. എവിടെയാണ് വെള്ളം കിട്ടുക അന്വേഷിച്ചിറങ്ങുകയാണ്. അങ്ങനെ അവരുടെ യാത്രയിൽ ഇടയ്ക്കെവിടെയോ തണുത്ത കാറ്റ് അവർക്ക് അനുഭവപ്പെട്ടു. അപ്പോൾ ഇവിടെ അടുത്ത് എവിടെയോ നല്ല വെള്ളമുണ്ട്, ഹിമശീതളിമയാർന്ന വെള്ളം. അത് തേടി അവരിങ്ങനെ ചെന്ന് നോക്കുമ്പോഴാണ് അതിമനോഹരമായിരിക്കുന്ന ഒരു താമരക്കുളം. സരോനിലം പങ്കജരേണുരൂഷിതം ജിഘ്രൻ വിദൂരാൻ മദവിഹ്വലേക്ഷണ വൃതസ്വയൂഥേന തൃഷാർദിതേന തൽ സരോവരാഭ്യാസമധാഗമൽ ദ്രുതം. വളരെ പെട്ടെന്ന് ആ താമരപ്പൊയ്കയുടെ അടുത്തേക്ക് എത്തി. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഓരോ ജീവനും സംഭവിക്കുന്നതാണ് അവിടെയും സംഭവിച്ചത്. വെള്ളം കുടിക്കുക എന്നുള്ള വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യം, അത് ചെയ്യുന്നതിൽ തെറ്റൊന്നുമില്ല. പക്ഷേ വെള്ളം കുടിച്ചു കഴിഞ്ഞപ്പോഴാണ് വെള്ളത്തിൽ കളിക്കാനും കുളിക്കാനുമൊക്കെയുള്ള മോഹമുണ്ടായത്. ആ താമരപ്പൂക്കൾ ഓരോന്നും താമരക്കണ്ണനായിരിക്കുന്ന ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ അർച്ചിക്കേണ്ടുന്നതാണെന്ന് മറന്ന് ആ താമരപ്പൂക്കൾ പറിച്ചെടുത്ത് ഒരു ഗൃഹസ്ഥാശ്രമിയെപ്പോലെ ആ ആനരാജാവ് ഈ പൂക്കളെ കൊണ്ട് തൻ്റെ കൂട്ടുകാർക്കും തൻ്റെ കൂട്ടുകാരികൾക്കും തൻ്റെ ആ കൂട്ടത്തിലുള്ള ചെറിയ കുട്ടിയാനകൾക്കും നേരെ അർച്ചിക്കാൻ തുടങ്ങി. മറിച്ച് അത് ഭഗവാന് സമർപ്പിക്കേണ്ടതാണ്. ജീവിതത്തിൽ നമ്മുടെ ആ സമ്പാദ്യം, അത് ഏതു രൂപത്തിലുള്ളതുമാവട്ടെ, വിദ്യയാകുന്ന സമ്പാദ്യമാവാം, അതല്ലെങ്കിൽ അർത്ഥമാകുന്ന ധനമാകുന്ന സമ്പാദ്യമാവാം, ഇതൊക്കെ തന്നെ ധർമാനുസാരിയായിട്ട് സമർപ്പിക്കണം, ഭഗവാന്റെ പാദങ്ങളിൽ സമർപ്പിക്കണം, ലോകഹിതാർത്ഥം ഉപയോഗിക്കണം. തകർത്തെറിയുന്നതല്ല ജീവിതം, മറിച്ച് ത്യാഗനിർഭരമായി ജീവിക്കുമ്പോഴാണ്, മറ്റുള്ളവർക്ക് വേണ്ടി സമർപ്പിക്കുമ്പോഴാണ് ഭഗവാൻ സന്തോഷിക്കുക. മാനവസേവയാണ് മാധവസേവ എന്ന് പറയുന്നു. അപ്പോൾ ഈ താമരപ്പൂക്കളൊക്കെ തന്നെ ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ അർച്ചിക്കേണ്ടുന്നതിന് പകരം തൻ്റെ ജീവിത സുഖങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഗൃഹസ്ഥനെ പോലെ ആ ആന ആ വെള്ളത്തിൽ കഴിഞ്ഞു എന്നാണ്. തന്നെയുമല്ല പറയുന്നു, പൊൻനിറമുള്ള താമരയിൽ നിന്നും ആ ഉതിർന്നു വീഴുന്ന ധൂളികൾ അത് ആ വെള്ളം ആവോളം കുടിച്ചു, അതേപോലെ തന്നെ ദേഹത്ത് കോരിയൊഴിച്ചു. എന്നിട്ട് ആ ഈശ്വരമായിയിൽ മോഹിതനായി തൻ്റെ ഭാര്യയിലും മക്കളിലുമൊക്കെ കാരുണ്യമുള്ളൊരു ഗൃഹസ്ഥാശ്രമിയെപ്പോലെ അവിടെ
ആ രീതിയിൽ ജീവിതം തകർത്തു എന്ന് വേണം പറയാൻ. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴോ തൻ്റെ പൊൻകാലിന്മേലേക്ക് വന്നു ചേരുന്ന വലിയൊരു ആപത്തിനെക്കുറിച്ച് മനസ്സിലായില്ല. സൗഭാഗ്യത്തിൻ്റെ കൊടുമുടിയിലിരിക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾ ഭഗവാനെ മറന്നുപോയി എന്ന് വന്നേക്കാം. അതിനിടയിൽ നമുക്ക് നേരെ വരുന്ന ഓരോ ദുഃഖങ്ങളും ദുരിതങ്ങളും ഭഗവാനിലേക്ക് എത്തിച്ചേരാനുള്ള വഴികളാണ് എന്ന് എപ്പോൾ ഒരു ഗൃഹസ്ഥൻ അല്ലെങ്കിൽ ഒരു ജീവൻ തിരിച്ചറിയുന്നുവോ അപ്പോഴാണ് അയാൾക്ക് ഭഗവാനെക്കുറിച്ചുള്ള ഓർമ്മയുണ്ടാവുക. ഈശ്വരമായയിൽ മോഹിതരാവും നമ്മൾ. എത്രയോ ശ്രേഷ്ഠന്മാരായിട്ടുള്ള ആളുകൾക്ക് പോലും ഈശ്വരൻ്റെ മായയിൽപ്പെട്ട് കഷ്ടപ്പെടേണ്ടി വന്നിരിക്കുന്നു. പക്ഷേ ആ മായയൊക്കെ തന്നെ ഭഗവാനിലേക്ക് എത്തിച്ചേരാനുള്ള വഴിയാണ് എന്ന് തിരിച്ചറിയുന്ന ആ സമയത്തിലേക്ക് എത്താൻ ചിലപ്പോൾ കുറച്ച് സമയം എടുത്തു എന്ന് വന്നേക്കാം. ഒരു ചെറിയ രോഗം വരുന്ന സമയത്ത് നമ്മളൊക്കെ പതിവുണ്ട്, നമ്മൾ തന്നെ സ്വയമേവ ചികിത്സിക്കും. ഇത് ഇത്രയേ ഉള്ളൂ എന്നുള്ള രീതിയിൽ. എന്നിട്ടും രോഗം മാറുന്നില്ല. അടുത്ത് കണ്ട ഒരു മെഡിക്കൽ ഷോപ്പിൽ പോയി അവരോട് ചോദിച്ച് എന്തെങ്കിലും ഒരു മരുന്ന് വാങ്ങിക്കഴിക്കും. അത് കഴിഞ്ഞിട്ടും മാറണില്ല. അപ്പോഴാണ് ഒരു ഡോക്ടറെ കാണുന്നു. ഡോക്ടർ പറയുന്നു ഇവിടം കൊണ്ടാവില്ല, ഒരു വിദഗ്ധൻ്റെ അടുത്തേക്ക് പോകൂ. അവിടെ ചെന്നു അന്വേഷിച്ചു, ഫലമുണ്ടാവണില്ല. വലിയ ആശുപത്രിയിലേക്ക് മാറ്റി. അവിടെ നിന്ന് ഒരുപക്ഷെ ഇൻറ്റൻസീവ് കെയർ യൂണിറ്റ് എന്നറിയപ്പെടുന്ന അത്യാഹിത വിഭാഗത്തിലേക്ക് എത്തിച്ചേരുമ്പോൾ അപ്പോഴാണ് ഒരു ജീവൻ ICU എന്ന ബോധ്യത്തിലേക്ക് എത്തുന്നത്. ICU, ഞാൻ നിന്നെ കാണുന്നു. ആരെ കാണുന്നു? ഭഗവാനെ കാണുന്നു. അതുവരെ കാണില്ല. ചെറിയ എന്തെങ്കിലും ഒരു അസുഖം വന്നാൽ നമ്മളൊക്കെ തന്നെ, നമ്മൾ ഇന്ന് ആ ബഹുവചനം തന്നെ ഉപയോഗിച്ചത് അതുകൊണ്ടാണ്. നമ്മളൊക്കെ തന്നെ ഭഗവാന് വഴിപാട് ചെയ്യാനൊന്നും പുറപ്പെടാറില്ല, അല്ലേ? ഉണ്ണിഗണപതിക്ക് നെയ്യപ്പം നേരാം. ഒരു ചെറിയ പനി വന്നാൽ പതിവില്ല. പക്ഷേ അതിഭയങ്കരമായ അസുഖങ്ങൾ വരുമ്പോൾ അപ്പോൾ എന്തു ചെയ്യും? ഭഗവാനും കുറച്ച് കളിക്കാരനാണ്, അല്ലേ? ഉണ്ണിഗണപതിയും ഉണ്ണികൃഷ്ണനൊക്കെ അങ്ങനെയാണ്, ഒന്ന് കളിപ്പിക്കും നമ്മളെ. എനിക്ക് അത് കിട്ടണമെങ്കിൽ ഇങ്ങനെ ആയാലേ തരുള്ളൂ എന്ന് വന്നാൽ അങ്ങനെ ആവട്ടെ. അത് കൊടുത്തു കഴിയുമ്പോൾ എല്ലാം വളരെ പെട്ടെന്ന് ശാന്തമാവുന്നു. അതുവരെ തിരിച്ച് വരവില്ല എന്ന് വിചാരിച്ച ആളുകൾ അത്ഭുതകരമാണ് രക്ഷപ്പെടുന്നു. ഇവിടെ ഗജേന്ദ്രൻ വിളിക്കുന്നത് പോലെ ആ ICUയിൽ കിടക്കുമ്പോൾ മറ്റെല്ലാവരും തൻ്റെ ശക്തിക്കോ തൻ്റെ അധികാരത്തിനോ തൻ്റെ ധനത്തിനോ തൻ്റെ ബന്ധുബലത്തിനോ ഒന്നും തന്നെ രക്ഷിക്കാൻ സാധിക്കില്ല എന്നറിയുമ്പോൾ നമ്മളെ ചികിത്സിച്ചു കൊണ്ടിരിക്കുന്ന ഡോക്ടർ പറയണു, ഇനി അറിയിക്കേണ്ടവരെ അറിയിച്ചോളൂ എന്ന് പറയുന്നത് കേൾക്കുന്ന ഒരു രോഗി ഉടനെ താൻ അറിയിക്കേണ്ടത് ആ ഭഗവാനെയാണ് എന്ന വലിയൊരറിവ് ഉള്ളിലുണ്ടാകുന്നതോടുകൂടി ഗജേന്ദ്രൻ വിളിച്ചതുപോലെ നമ്മളും വിളിക്കണു, നാരായണ അഖില ഗുരോ ഭഗവൻ നമസ്തേ എന്ന്. ആ വിളി തീർച്ചയായും എവിടെ വിളി പൊങ്ങുന്നിത് അവിടെ ഭഗവാൻ വരും. എല്ലാം മറന്നു വിളിക്കുവിൻ ഭക്തരെ, കരളുരുകിയൊന്നു വിളിച്ചെങ്കിലൻ പുരാൻ കൈവെടിഞ്ഞിട്ടില്ല ഇന്നോളം ആരെയും എന്നാണ് തിരുനാമാചാര്യൻ ഗുരുവായൂരമ്പലത്തിലെ ഒട്ടുപുരയിലിരുന്ന് പ്രഖ്യാപിക്കാറുണ്ട്, ഉറക്കെ വിളിച്ചോളൂ, കൈവിടില്ല ഭഗവാൻ എന്ന്. അത് പറയാനുള്ളൊരു ആർജവം നമുക്കിത്തരം സത്സംഗങ്ങളിൽ നിന്നുണ്ടാവണം. ഗജേന്ദ്രൻ ഈ തരത്തിൽ ആ പിടിയാനകളോടും കുട്ടിയാനകളോടും കൂടി ആ വെള്ളത്തിൽ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ കുളിച്ചും കൊണ്ടിരിക്കുമ്പോൾ തം തത്ര കശ്ചിൻ നൃപ ദൈവചോദിതോ ഗ്രാഹോ ബലീയാംശ്ചരണേരുഷാഗ്രഹീൽ യദൃക്ഷയൈവം വ്യസനം ഗതോ ഗജോ യഥാബലം സോതിബലോ വിചക്രമേ. പരീക്ഷിത്തെ ശിശുബ്രഹ്മർഷി പറയുകയാണ്, ആ പ്രാരബ്ധത്തെ അനുസരിച്ച് ജീവിക്കുന്ന ഓരോ ജീവനും ആ ദൈവശക്തി കൊണ്ട് പ്രേരിതനാകുന്നത് പോലെ ഇവിടെ ആനയുടെ പിൻകാലിന്മേൽ കടിച്ചാ മുതല പിടിവിടാതെ. മുതലയും ഒരുപക്ഷെ വിചാരിച്ചിട്ടുണ്ടാവാം, ദേവല മഹർഷിയുടെ ശാപം കൊണ്ട് ഹൂഹു എന്ന ഗന്ധർവൻ ഒരു മുതലയായി മാറിയപ്പോൾ, മുതലയ്ക്ക് എന്തേ, മുതലയുടെ പേര് തന്നെ ഗ്രാഹം എന്നാണ്.
കടിച്ചു പിടിക്കാനേ അറിയുള്ളൂ, വിളിച്ച് ഭഗവാനെ സ്തുതിക്കാനറിയാത്ത പാവം. ആ മുതല തൻ്റെ സർവശക്തിയും ആനയുടെ കാലിൽ പ്രയോഗിച്ചു. ത്വൽഭക്തഭൃത്യ പരിചാരക ഭൃത്യ ഭൃത്യ ഭൃത്യസ്യ ഭൃത്യ എന്ന് പറയുന്നത് പോലെ ഭഗവാന്റെ ഭക്തൻ്റെ പാദം പിടിച്ചാലും തനിക്ക് മോക്ഷം കിട്ടും എന്നറിഞ്ഞിട്ടോ എന്തോ. തനിക്ക് വിളിക്കാൻ അറിയില്ല, അപ്പോൾ വിളിക്കാൻ അറിയുന്നവരെ കൊണ്ട് വിളിപ്പിക്കാൻ തനിക്ക് തൻ്റെ ഈ പല്ലിൻ്റെ ശക്തിക്ക് സാധിക്കും എന്ന് കരുതിയിട്ടോ എന്തോ ആ മുതല ഗജേന്ദ്രൻ്റെ കാലിൽ പിടിച്ചിങ്ങനെ വലിക്കാൻ തുടങ്ങി. ഗജേന്ദ്രൻ വിചാരിച്ചു തനിക്ക് രക്ഷപ്പെടാൻ സാധിക്കും, എന്തോന്ന് തൻ്റെ കാലിൽ വന്നു എന്നേ വിചാരിച്ചുള്ളൂ. ആ പിടുത്തം വിടർത്താൻ ശ്രമിക്കുന്ന ഗജേന്ദ്രൻ എന്നാൽ ആ ഒരു ജലേന്ദ്രനെ പോലെ വെള്ളത്തിൻ്റെ ആ നടുനായകത്വം വഹിക്കുന്ന മുതല അതിഭീകരമായ ആ ഗ്രാഹം ഗജേന്ദ്രൻ്റെ കാലിൽ വലിച്ച് 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 താഴേക്ക് കൊണ്ടുപോകാൻ തുടങ്ങി. സംസാരകൂപത്തിൽ ആണ്ടാണ്ടു പോകുന്ന ഒരു ജീവനെ പോലെ അതിൽ നിന്ന് രക്ഷപ്പെടാൻ കംസാരിയായ ഭഗവാന്റെ കാരുണ്യം കൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന് ഗജേന്ദ്രൻ തിരിച്ചറിയാൻ തുടങ്ങി. അതിശക്തരായ തൻ്റെ കൂട്ടുകാർക്ക്, തന്നോടൊപ്പം ഉണ്ടായിരുന്ന പിടിയാനകൾക്ക്, കുട്ടിയാനകൾക്ക്, ഇവർക്കാർക്കും തന്നെ രക്ഷിക്കാൻ സാധിക്കുന്നില്ല. മനസ്സിലായി എന്തോ സംഭവിക്കുന്നു. ഇവരൊക്കെ തനിക്ക് രക്ഷയുണ്ടാവുമെന്ന് കരുതിയതാണ്. ഇപ്പം ദാ ഓരോരുത്തരായി തന്നെ വിട്ട് യാത്രയാവണു നിറകണ്ണുകളോടെ. നമ്മളും ജീവിതത്തിൽ പകച്ചു നിൽക്കുന്ന ചില രംഗങ്ങളിൽ ഇത്തരത്തിൽ നമ്മളും പകർന്നാടാറുണ്ട് എന്നുള്ളതാണ് സത്യം. എല്ലാവരും ദാ പതുക്കെ പതുക്കെ പോണു. ആശുപത്രിയിൽ കൊണ്ടാക്കാൻ ഒരുപാട് ആളുകളുണ്ടായിരുന്നു. അവിടെ ഓരോ ദിവസം കഴിയും തോറും ആളുകളുടെ എണ്ണം കുറഞ്ഞു വരുന്നു. അവരുടേതായിട്ടുള്ള തിരക്കുകൾ. ഞാൻ പോയിട്ട് പിന്നെ വരാം എന്ന് പറയുന്നു. പോയിട്ട് തിരിച്ചു വരാൻ സാധിക്കണില്ല. കാരണം എന്താ? എല്ലാവർക്കും അവരവരുടേതായിട്ടുള്ള തിരക്കുകൾ. എന്നാൽ എല്ലാ തിരക്കും വിട്ട് തന്നെ തിരക്കിയെത്തുന്നവനെ രക്ഷിക്കുന്ന കാരുണ്യസ്വരൂപൻ ഭഗവാൻ ഓടിയെത്തുക തന്നെ ചെയ്യും. വിളിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ വിളിക്കാനുള്ളൊരു പ്രേരണയായി മാറി ഈ മുതലയുടെ കടുംപിടുത്തം എന്ന് തന്നെ വേണം പറയാൻ. അങ്ങനെ ഗജേന്ദ്രൻ മുകളിലേക്കും മുതല താഴേക്കും. ജലജീവിയായ ആ മുതലയുടെ ശക്തി അനുദിനം വർദ്ധിച്ചു വന്നു. ഗജേന്ദ്രൻ്റെ ആ ദേഹത്ത് നിന്നും ഊറ്റിക്കുടിക്കുന്ന രക്തം, അവിടെ അഹങ്കാരത്തിൻ്റെ ദുഷ്ടരക്തത്തെ മുഴുവൻ ഈ മുതല കടിച്ചു കുടിച്ച് വലിച്ചു തുടങ്ങിയപ്പോൾ അഹങ്കാരമില്ലാതെയായി. ശക്തനാണ് പലപ്പോഴും അഹങ്കാരം ഉണ്ടാവുക. ഉത്തമാംഗം ഉയർത്തിപ്പിടിച്ച് നടക്കുമ്പോൾ ആ ശിരസ് ഉയർന്നു നിൽക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും അയാൾ അഹങ്കാരിയാണ്. ആ ശിരസ് എപ്പോഴാണോ ഭഗവാന്റെ പാതാരബിന്ദങ്ങളെ ഓർത്ത് അത് താഴുന്നത്, അപ്പോഴാണ് അത് ഉത്തമാംഗമായിട്ട് തീരുന്നത്. അല്ലേ? തലപ്പൊക്കത്തിൻ്റെ ആനകളെ സംബന്ധിച്ചിടത്തോളം മസ്തകം എത്ര ഉയർത്തിപ്പിടിക്കാൻ സാധിക്കുമോ അത്രയും കേമനാണെന്നാണ്. പക്ഷേ ഇവിടെ ആ മസ്തകം താഴുന്നൊരു സമയമുണ്ട്. അല്ലേ? ശിവേലിയുടെ സമയത്ത് ആ തല താഴ്ന്ന ആ മസ്തകത്തിന് മുകളിലേക്ക് മാധവ വിഗ്രഹം കയറിയിരിക്കുന്നൊരു സമയം. ആ സമയത്തിലേക്ക് ഇതാ ഗജേന്ദ്രൻ എത്തിത്തുടങ്ങുകയാണ്. തതോ ഗജേന്ദ്രസ്യ മനോബലൗജസാം കാലേന ദീർഘേണ മഹാനഭൂദ്വയ വിഗൃഹ്യമാണസ്യ ജലേ വസീതതോ വിപര്യോ ഭൂൽ സകലം ജലൗകസാ. നിരവധി വർഷങ്ങൾ, 1000 സംവത്സര കാലം ജലത്തിൽ കിടന്ന് തളർന്ന് ആ മുതല തന്നിലേക്ക് ഇങ്ങനെ വലിക്കുമ്പോൾ ഗജേന്ദ്രൻ്റെ ആ ഉത്സാഹവും ഔന്നത്യവും ദേഹബലവും ഇന്ദ്രിയശക്തിയും മനഃശക്തിയും കുറഞ്ഞ് വരാൻ തുടങ്ങി. ഇങ്ങനെ വന്നപ്പോൾ ഇദ്ധം ഗജേന്ദ്രസ യദാപസങ്കടം പ്രാണസ്യ ദേഹി വിവശോയദൃച്ഛയ അപാരയന്നാത്മവിമോക്ഷണേ ചിരം ദധ്യാവിമാം ബുദ്ധിമതാഭ്യപദ്യത. ഇങ്ങനെ വല്ലാത്ത സങ്കടത്തിൽപ്പെട്ട ഗജേന്ദ്രൻ ആലോചനാബുദ്ധിയുണ്ടായി.
ഭഗവാനെക്കുറിച്ച് സ്മരണയുണ്ടായി. വളരെ നേരം ചിന്തിച്ചപ്പോൾ ഉള്ളിൽ ബുദ്ധി വേണ്ടതുപോലെയായി. ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമ്പോൾ അത് മാറാൻ എന്തു ചെയ്യണം? ബുദ്ധി ഭഗവാനിൽ ചെന്ന് മുട്ടണം. അപ്പോൾ ബുദ്ധിമുട്ട് ഇല്ലാതെയായിട്ട് തീരും. ഇവിടെയും അതെ, ഈ ബുദ്ധിമുട്ടിലാണ് ആ ബുദ്ധി ഭഗവാനിൽ ചെന്ന് മുട്ടിയത്. നമാമിമേ ജ്ഞാതയ ആതുരം ഗജ കുതകരിണ്യ പ്രഭവന്തി മോചിതും ഗ്രാഹേണ പാശേന വിധാതുരാവൃതോപ്യഹം ചതം യാമി പരം പരായണം. എൻ്റെ ജ്ഞാതികൾ, എൻ്റെ ബന്ധുക്കളും സുഹൃത്തുക്കളുമായിരിക്കുന്ന ഈ ആനകൾക്ക് എന്നെ ഈ മുതലപ്പിടുത്തത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ സാധിച്ചില്ലല്ലോ. അപ്പോൾ ശക്തരായിരിക്കുന്ന ആനക്കൂട്ടങ്ങൾക്ക് സാധിച്ചില്ല. ഈ ഗ്രാഹത്താൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്ന ആളാണ് ഞാൻ. എങ്കിലും ഞാനിപ്പോൾ ആ ഭക്തബന്ധുവായ മുതലയുടെ ബന്ധനത്തിൽപ്പെട്ട് കിടക്കുന്ന എനിക്ക്, നേരത്തെ ഈ ബന്ധങ്ങളാകുന്ന ബന്ധനത്തിൽപ്പെട്ട് ജീവിതം തകർത്തെറിഞ്ഞപ്പോൾ ഭക്തബന്ധുവായ ഭഗവാനെ ഞാൻ മറന്നുപോയി എങ്കിൽ, തന്നെ ആശ്രയിക്കുന്നവരെ എന്നും മാറോട് ചേർക്കുന്ന ആ ആനന്ദസ്വരൂപൻ, ബ്രഹ്മരുദ്രാദി ദേവന്മാർക്ക് പോലും ആശ്രയമായിരിക്കുന്ന ആ പരമേശ്വരനെ ഞാനിതാ ശരണം പ്രാപിക്കുന്നു. ഗജേന്ദ്രന് വേണ്ടതായിട്ടുള്ള ബുദ്ധി വന്നു. പ്രചണ്ഡ വേഗത്തോടുകൂടി എല്ലായിടത്തും സഞ്ചരിക്കുന്ന ആ അന്തകനാകുന്ന സർപ്പത്തിൽ നിന്ന് ഭയപ്പെട്ട് ശരണം പ്രാപിക്കുന്ന ജനങ്ങളെ രക്ഷിക്കുന്ന കാരുണ്യസ്വരൂപനില്ലേ? യക്കശ്ചനേശോ ബലിനേശോന്തഘോരകാൽ പ്രചണ്ഡവേഗാദഭിധാവതോ ഭൃശം ഭീതം പ്രപന്നം പരിപാതി യദ്ഭയാൽ മൃത്യു പ്രധാവത്യരണം തമീമഹി. ആ ഈശ്വരനെ ഞാനിതാ ശരണം പ്രാപിക്കണു എന്ന് ഗജേന്ദ്രൻ ഉറപ്പിച്ചു. അങ്ങനെ ഉറപ്പിച്ചപ്പോൾ ബുദ്ധി ഭഗവാനിൽ ചെന്ന് തട്ടിയപ്പോൾ ആ ബുദ്ധിയിൽ തൻ്റെ പൂർവജന്മാർജിതമായിരിക്കുന്ന ഭഗവത് സ്തുതികൾ ഉണരാനും ഉയരാനും തുടങ്ങി. ഉച്ചത്തിൽ ഭഗവാനെ വിളിക്കാൻ തുടങ്ങിയെന്നാണ്. വേദസ്വരൂപനായ നിർഗുണ പരബ്രഹ്മമായിരിക്കുന്ന ഭഗവാനെ ഗജേന്ദ്രൻ അതിഗംഭീരമായിട്ട് സ്തുതിക്കുന്നു. ഓം നമോ ഭഗവതേ തസ്മൈ യതയേതച്ചിദാത്മകം പുരുഷായ ബീജായ പുരുഷായാദിബീജായ പരേശായാഭിധീമഹി സത്യം പരം ധീമഹി സത്യം പരം ധീമഹി. സപ്താഹത്തിൻ്റെ ആ പൊരുളായി, സപ്താഹത്തിൻ്റെ പൊലിമയായി നിൽക്കുന്ന ഭാഗവതത്തിൻ്റെ ആ മഹാവാക്യത്തെ, ആ ഏഴക്ഷരങ്ങളെ ഓർമ്മിച്ചും കൊണ്ട് ഏഴയായ ആ ഗജേന്ദ്രൻ ഏഴകളുടെ തോഴനായ ഭഗവാനെ ധ്യാനിക്കണു. ഞാനിതാ ധ്യാനിക്കണു ഭഗവാനെ. ഭഗവാനായിക്കൊണ്ട് ഞാനിതാ നമസ്കരിക്കണു. മുതലയാൽ പിടിക്കപ്പെട്ട് നമസ്കരിക്കാനുള്ള അശക്തി അത് തനിക്കുണ്ട്. തനിക്ക് ദണ്ഡ നമസ്കാരം ചെയ്യാൻ സാധിക്കില്ല. തൻ്റെ ശിരസ് ഭൂമിയിലൊന്ന് സ്പർശിക്കാൻ തനിക്ക് സാധിക്കില്ല. വെള്ളത്തിൽ ആണ്ടാണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഞാനിതാ ആ രീതിയിൽ ഭഗവാന് നമസ്കാരത്തെ ധ്യാനിക്കുന്നു എന്നാണ്. നമസ്കരിക്കാൻ എനിക്ക് സാധിക്കില്ല ഭഗവാനെ. യസ്മിന്നിതം യതശ്ചേദം യേനേദം യയിദം സ്വയം യോസ്മാൽ പരസ്മാച്ച പരസ്തം പ്രപദ്യേ സ്വയം ഭുവം. ആ സ്വയമേവ സ്വരാട്ടായി മിന്നിത്തിളങ്ങുന്ന സ്വയം രാജതേ ഇതി സ്വരാൺ, സ്വയമേവ പ്രകാശിക്കുന്ന, സ്വയം ആ ലോകത്ത് നിലനിൽക്കുന്ന ഭഗവാനെ ശരണം പ്രാപിക്കുന്നു. കാണപ്പെടുന്നതും കേൾക്കപ്പെടുന്നതുമായ സർവചരാചരങ്ങളും ആരുടെ ചൈതന്യമാണ്? ആ ഭഗവാൻ. ആ ഭഗവാന്റെ ചൈതന്യമാണ്. ചരാചരാത്മകമായ ഈ വിശ്വം ഏതൊരുവനിലാണോ ഇരിക്കുന്നത്, ആ ഭഗവാനെ ഞാനിതാ
നമസ്കരിക്കുന്നു. അങ്ങനെ പറയുന്നു സജ്ജനങ്ങൾ, ഈ പദ്യം തന്നെ വളരെ വിശേഷമായിട്ടുള്ളതാണെന്നാണ്. മൃത്യുഭയം അതിൽ നിന്നൊഴിവാകാൻ ഈ 4 വരികൾ ഈ രീതിയിൽ ചൊല്ലുന്നത് വളരെ വിശേഷമാണ് എന്ന് സജ്ജനങ്ങൾ നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. അങ്ങനെ ആ ഗജേന്ദ്രൻ പ്രാർത്ഥിക്കുന്നു. യസ്വാത്മനീതം നിജമായയാർപ്പിതം ക്വചിത് വിഭാതം ക്വചതത്തിരോഹിതം അവിദ്ധദൃക്സാക്ഷ്യുഭയം തദീക്ഷത്തെ സ ആത്മമൂലോവതു മാം പരാത്പര. അവിടുന്ന് ചിലപ്പോൾ വ്യക്തമായി കാണാനായിട്ട് സാധിക്കുന്നു, എന്നാൽ ചില സമയത്ത് അവിടുത്തെ വേണ്ടതുപോലെ കാണാനായിട്ട് സാധിക്കണില്ല. പ്രളയകാലത്ത് അവിടുന്ന് എല്ലാം തന്നിലേക്ക് ഒതുക്കി ലയിക്കുന്നു പ്രകൃതിയിലേക്ക്. അപ്പോൾ കാര്യമായും കാരണമായും അത് രണ്ടിനെയും തടസ്സം കൂടാതെ എപ്പോഴും കാണുന്ന ദൃഷ്ടാവായും വസ്തുക്കളെ പ്രകാശിപ്പിക്കുന്ന ദൃഷ്ടിക്കും പ്രകാശത്തെ കൊടുക്കുന്ന എന്താണ് ഭഗവാൻ? കണ്ണുകൊണ്ട് കാണുന്നവനല്ല ഭഗവാൻ, മറിച്ച് കണ്ണിന് കാണാനുള്ള ശക്തി തരുന്ന ചൈതന്യമാണ് ഭഗവാൻ എന്ന് പറയാറുണ്ട്. അങ്ങനെയുള്ള ആ ഭഗവാൻ എന്നെ രക്ഷിക്കട്ടെ, ഭഗവാനെ അടിയനെ രക്ഷിക്കണേ പറഞ്ഞു. ഭഗവാനെ ലോകങ്ങളും ലോകപാലകന്മാരും ലോകകാരണ പദാർത്ഥങ്ങളായ മഹത്തത്വാദികളുമൊക്കെ തന്നെ കാലം കൊണ്ട് നശിക്കുന്നതാണ്. എന്നാൽ ഒരിക്കലും നശിക്കാത്ത അക്ഷയമായ അക്ഷതമായ അച്യുതമായ ഭാവം അത് അവിടുന്ന് മാത്രമാണ് ഭഗവാനെ. എല്ലാം ആ പ്രളയത്തിൽ ലയിച്ചു ചേരുമ്പോഴും വലിയ മഹാന്ധകാരത്തിനും അപ്പുറത്ത് എന്താണോ മിന്നിത്തിളങ്ങുന്നത്, ആദിത്യവർണം തമസപരസ്താൽ, തമസിൻ്റെ അപ്പുറത്തും ആദിത്യനെ പോലെ സൂര്യനെ പോലെ മിന്നിത്തിളങ്ങുന്ന ആ ഭഗവാൻ എന്നെ രക്ഷിക്കട്ടെ. അവിടുന്ന് പ്രകാശിച്ചു കൊണ്ടേയിരിക്കുന്നു, അവിടുത്തേക്ക് ഒരിക്കലും നാശമില്ല ഭഗവാനെ. അവിടുത്തെ യസ്യ ദേവാർഷയപദം വിദുർ ജന്തു പുനഃകോർഹതി ഗന്ധുമീരിതും യഥാ നടസ്യാകൃതിഭിർവിചേഷ്ടതോ ദുരത്യാനുക്രമണ സമാവതു. ഭഗവാനെ, ഒരു നടൻ വേഷം കെട്ടുന്ന സമയത്ത് ആ നടൻ ആരാണ് എന്ന് അറിയാൻ സാധാരണ പ്രേക്ഷകർക്ക് സാധിക്കാറില്ല. അവിടുത്തെ ഈ വേഷം കെട്ടുകൾ, അവിടുത്തെ ഈ അവതാര ലീലകൾ എത്രയോ മഹത്തരമാണ്. അവിടുത്തെ പദാർത്ഥമായ ആ പരമാർത്ഥ സ്വരൂപത്തെ മനസ്സിലാക്കാൻ ഋഷീശ്വരന്മാർ, ദേവന്മാർ അവർക്ക് പോലും സാധിക്കില്ല എന്നിരിക്കെ കേവലം ഒരു ജന്തുവായ ഒരു ആനയുടെ സ്വരൂപം സ്വീകരിച്ചിട്ടുള്ള എനിക്ക് എങ്ങനെയാണ് അവിടുത്തെക്കുറിച്ച് അറിയാൻ സാധിക്കുക? അങ്ങനെയുള്ള ഭഗവാൻ അടിയനെ രക്ഷിക്കട്ടെ പ്രാർത്ഥിക്കുന്നു. ഭഗവാനെ കാണാനുള്ള ഉപായം എന്താ? ആ മംഗളസ്വരൂപത്തെ സാക്ഷാത്കരിക്കാൻ ആഗ്രഹിച്ച് ഋഷീശ്വരന്മാരെന്ത് ചെയ്യണു? സകല ബന്ധങ്ങളെയും വിട്ട് അവിടുത്തെ ആശ്രയിക്കുന്നു. ഭാര്യ, മക്കള്, ഗൃഹം, ധനം, ഇങ്ങനെ അതിനെ മുഴുവൻ ഉപേക്ഷിച്ച് എല്ലാവരെയും ഒരുപോലെ കണ്ട് ആ അന്ധകരണത്തിൽ നിന്ന് കാമക്രോധ ലോഭ ദ്വേഷ മത മാത്സര്യാദികളെ തീരെ ഉപേക്ഷിച്ച് വനത്തിൽ നിരന്തരം തപസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ആരെ കിട്ടാൻ വേണ്ടിയിട്ട്? അവിടുത്തെ കിട്ടാൻ വേണ്ടിയിട്ട്. അങ്ങനെയുള്ള ഭൂതാത്മഭൂത സുഹൃത സമേഗതി, ആ ഭഗവാൻ എനിക്കെന്നും രക്ഷയായിട്ട് തീരണേ പ്രാർത്ഥിക്കുന്നു. ഭഗവാനെ, അവിടുത്തെ ചരിത്രം അറിയാൻ സാധിക്കുന്നില്ല. തന്നെയുമല്ല, ഒരാൾക്ക് ജന്മവും അതുകൊണ്ട് കർമ്മവും അതുകൊണ്ട് ഗുണവും ദോഷവും നാമവും രൂപവും ഒന്നുമില്ലാതിരിക്കുന്ന ഒരാൾ, അതാണ് ഭഗവാൻ. ഭഗവാൻ പല രൂപങ്ങളെടുക്കുന്നുണ്ട്, പല നാമങ്ങളിൽ അറിയപ്പെടുന്നുണ്ട്. എങ്കിലും അവിടത്തേക്ക് രൂപമില്ല, നാമമില്ല, കർമ്മമില്ല. പിന്നെ എന്തിനു വേണ്ടിയിട്ടാണ് ഇത് ചെയ്യണത്? ദുഷ്ട ശിക്ഷയ്ക്കും ശിഷ്ടരക്ഷയ്ക്കും വേണ്ടിയിട്ടാണ്. അങ്ങനെ അത്യാശ്ചര്യകരമായിരിക്കുന്ന ലീലകൾ ആടിക്കൊണ്ടിരിക്കുന്ന ഈ ലീലാവിശാരദനായിരിക്കുന്ന അരൂപായോരു രൂപായ നമ ആശ്ചര്യകർമ്മണേ, അവിടുത്തെ കർമ്മങ്ങൾ, അവിടുത്തെ ലീലകളൊക്കെ ഭക്തന്മാരിൽ
ആശ്ചര്യമുണ്ടാക്കുന്നതാണ്. അങ്ങനെയുള്ള ഭഗവാൻ എനിക്ക് രക്ഷയായിട്ട് തീരട്ടെ. അവിടുത്തെ പാദാരവിന്ദങ്ങളിൽ ഞാനിതാ നമസ്കരിക്കുന്നു. നമ ആത്മപ്രദീപായ സാക്ഷിണേ പരമാത്മനേ നമോ ഗിരാം വിദൂരായ മനസശ്ചേതസാമപി. അവിടുത്തെ അറിയുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടാണ്. വാക്കുകൾക്കും മനസ്സിനും ചിത്തവൃത്തികൾക്കും അപ്രാപ്യനായിരിക്കുന്ന അവിടുത്തെ ആ പാദങ്ങളിൽ ഞാനിതാ നമസ്കരിക്കുന്നു, സ്വയമേവ പ്രകാശിക്കുന്നു. നമ ആത്മപ്രദീപായ, സ്വയമേവ പ്രകാശിക്കുന്നു. നേരത്തെ പറഞ്ഞു സ്വരാട് സ്വയം രാജതേതി സാക്ഷിണേ പരമാത്മനെ, എല്ലാവരിലും അന്തര്യാമി സ്വരൂപത്തിൽ സാക്ഷിയായി നിലനിൽക്കുന്ന അവിടുത്തേക്ക് നമസ്കാരം. പറഞ്ഞു വാക്കിനും മനസ്സിനും അവിടുത്തെ അറിയാൻ കഴിയില്ലെങ്കിലും പിന്നെ എങ്ങനെ അവിടുത്തെ അറിയാൻ സാധിക്കും? നിരന്തരമായ ഭഗവത് ഭജനം കൊണ്ട്, നിഷ്കാമമായ ഭക്തി കൊണ്ട് അവിടുത്തെ അറിയാൻ സാധിക്കും. ഭക്തന്മാർക്ക് അവരുടെ വൈകല്യങ്ങളെ തീർത്ത് കൈവല്യത്തെ നൽകുന്ന കാരുണ്യസ്വരൂപനായ ഭഗവാൻ, ദുഃഖത്തിൻ്റെ ഒരു കണിക പോലുമില്ലാത്ത പരമാനന്ദ സ്വരൂപനായിരിക്കുന്ന ഭഗവാൻ, ജ്ഞാനമൂർത്തിയായിരിക്കുന്ന ആ ഭഗവാൻ, അവിടുത്തേക്ക് അടിയൻ്റെ നമസ്കാരം. അവിടുന്ന് എങ്ങനെയാണ്? അവിടുന്ന് ശാന്തനാണ്, അവിടുന്ന് ഘോരനാണ് ഓരോ രീതിയിൽ. ഇപ്പോൾ ഇവിടെ കാമക്രോധാദി നിവൃത്തികളിൽ നിന്ന് അതിൽ നിന്നൊക്കെ വിട്ടിരിക്കുന്ന സജ്ജനങ്ങൾക്ക് അവിടുന്ന് എങ്ങനെയാണ്? അവിടുന്ന് ശാന്തനാണ്. എന്നാൽ ദുർജനങ്ങളുടെ നേരെയോ അവിടുന്ന് ഘോരനാണ്. എങ്ങും നിറഞ്ഞവനാണെങ്കിലും അവിടുന്ന് ഗൂഢനാണ്. അവിടുത്തെ കാണാൻ സാധിക്കില്ല. സത്വാദി ഗുണങ്ങളെ സ്വേച്ഛയാ സ്വീകരിച്ചിട്ട് അവയുടെ ധർമ്മങ്ങളെ അനുകരിക്കുന്നവനാണ് അവിടുന്ന്. ഗുണങ്ങളൊന്നും അവിടുത്തെ ബാധിക്കുന്നതല്ല. അതുകൊണ്ട് അവിടുന്ന് നിർഗുണ പരബ്രഹ്മമാണ്. അങ്ങനെ ദേഹേന്ദ്രിയാദി വിശേഷങ്ങളൊന്നും ഇല്ലാത്ത, എന്നാൽ ലോകത്തിനു വേണ്ടി പലതരത്തിലുള്ള ആ വേഷങ്ങളെ കെട്ടിയാടുന്ന ആ സച്ചിദാനന്ദ സ്വരൂപമൂർത്തിക്ക് അടിയൻ്റെ നമസ്കാരം. ക്ഷേത്രജ്ഞായ നമസ്തുഭ്യം സർവാധ്യക്ഷായ സാക്ഷിണേ പുരുഷായ ആത്മമൂലായ മൂലപ്രകൃതയേ നമ. ക്ഷേത്രത്തെ അറിയുന്ന ജീവനായും ശരീരേന്ദ്രിയങ്ങളിൽ നിന്ന് ഭിന്നനായി നേരത്തെ പറഞ്ഞ സാക്ഷിയായിരിക്കുന്ന അവിടുത്തേക്ക് നമസ്കാരം. സർവജീവ നിയന്താവായി ഇരിക്കുന്ന അവിടുത്തേക്ക് നമസ്കാരം. എല്ലായിടത്തും എല്ലാ സമയത്തും നിറഞ്ഞു നിൽക്കുന്ന സ്വരൂപമായിരിക്കുന്ന അവിടുത്തേക്ക് നമസ്കാരം. ഭഗവാനെ, അവിടുന്ന് സർവപ്രത്യേകതവേ സർവേന്ദ്രിയ ഗുണദ്രഷ്ടെ, എല്ലാ ഇന്ദ്രിയങ്ങളുടെയും ഗുണങ്ങൾ കണ്ണുകൊണ്ട് കാണാനും ചെവി കൊണ്ട് കേൾക്കാനും ത്വക്കുകൊണ്ട് സ്പർശിക്കാനും ഒക്കെ സാധിക്കുന്നത് എങ്ങനെയാണ്? ഭഗവാനാകുന്ന ചൈതന്യം നമ്മളിലുള്ളപ്പോൾ മാത്രമാണ്. ഇതൊക്കെ നമ്മളിലുണ്ട് എന്നുള്ളത് കൊണ്ട് ഇതൊന്നും അനുഭവപ്പെടില്ല. മറിച്ച് ഭഗവാനാകുന്ന ആ ചൈതന്യം, ആ ഭഗവത് ചൈതന്യം നമ്മുടെ ഹൃദയപീഠികയിൽ മിന്നുന്നിടത്തോളം കാലം മാത്രമേ കണ്ണിന് കാണാനും കാതിന് കേൾക്കാനും നമുക്ക് അറിയാനും ബുദ്ധിക്ക് അറിയാനൊക്കെ സാധിക്കുള്ളൂ. ആ സദ്ഭാവം നഷ്ടപ്പെട്ടാൽ, അല്ലേ, സത്തുപോയി എന്ന് പറയാറുണ്ട്. ചത്തുപോയി, പിന്നെ ശിവമായി ശരീരം വെറും ശവമാണ്. അങ്ങനെ അതിനൊക്കെ ആ സർവേന്ദ്രിയങ്ങളുടെയും വൃത്തികളാകുന്ന കർമ്മങ്ങളോടുകൂടിയ ആ സദ്ഭാവത്തിന് അടിയൻ്റെ നമസ്കാരം, അടിയൻ്റെ നമസ്കാരം. അങ്ങനെയുള്ള ആ ഭഗവാനെ നമസ്കരിക്കുന്നു. ഓരോ മന്ത്രങ്ങളിലൂടെയും നമോ നമസ്തേ അഖിലകാരണായ നിഷ്കാരണായ അത്ഭുതകാരണായ സർവാഗമാംനായ മഹാർണവായ നമോപവർഗായ പരായണായ. അവിടുന്നാണ് ഈ പ്രപഞ്ചത്തിന് മുഴുവൻ കാരണം. അങ്ങയ്ക്ക് മറ്റ് കാരണങ്ങളും ഒന്നുമില്ല. നമോ നമസ്തേഖിലകാരണായ നിഷ്കാരണായ അത്ഭുതകാരണായ പ്രപഞ്ചകാരണനായിരിക്കുന്ന അവിടുത്തേക്ക്, നിർവികാരസ്വരൂപനായിരിക്കുന്ന അവിടുത്തേക്ക് നമസ്കാരം, നമസ്കാരം, നമസ്കാരം. അവിടുത്തെ വേദങ്ങൾ അവിടുന്നാണ് എന്ന് പറയുന്നു. അങ്ങനെ എല്ലാത്തിനും ആ
ആനന്ദസ്വരൂപമായി നിലനിൽക്കുന്ന ഭഗവാനെ, മോക്ഷസ്വരൂപനായിരിക്കുന്ന അവിടുത്തേക്ക് അടിയൻ്റെ നമസ്കാരം. അവിടുത്തെ ദിവ്യമായ അവിടുത്തെ ശരീരം മുഴുവൻ ഈ പ്രപഞ്ചമാണ് എന്ന് അടിയൻ തിരിച്ചറിയണു. അങ്ങനെയുള്ള ഈ ലോകം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന അവിടുത്തെ പാദാരവിന്ദങ്ങളിൽ അടിയന്താ നമസ്കരിക്കണു. മാതൃപ്രപന്ന പശുപാശവിമോക്ഷണായ മുക്തായ ഭൂരി കരുണായ നമോലയായ സ്വാംശേന സർവഭൃതനുഭൃന്മനസി പ്രതീത പ്രത്യഗ്ദൃശേ ഭഗവതേ ബൃഹതേ നമസ്തേ. ഒരാളെ ബന്ധനത്തിൽ നിന്ന് മോചിപ്പിക്കണമെങ്കിൽ ആർക്കേ സാധിക്കുള്ളൂ? ബന്ധനസ്ഥനല്ലാത്തൊരാൾക്കേ സാധിക്കുള്ളൂ. അസ്വാതന്ത്ര്യത്തിൻ്റെ പാരതന്ത്രത്തിൽപ്പെട്ടു ഉഴലുന്ന ഒരാളെ രക്ഷിക്കാൻ സ്വാതന്ത്ര്യമുള്ള ആൾക്കേ സാധിക്കുള്ളൂ. അത് അവിടുന്ന് മാത്രമാണ്. ഈ സംസാരത്തിൽ കിടന്ന് വലയുന്ന ആളുകളെ അവിദ്യാബന്ധത്തിൽ നിന്ന് മോചിപ്പിക്കാൻ അവിടത്തേക്ക് മാത്രമേ സാധിക്കുള്ളൂ. എന്നാൽ അവാപ്തകാമനായിരിക്കുന്ന പ്രഹ്ലാദനൊക്കെ ഭഗവാനെ സ്തുതിക്കുന്നത് പോലെ അവിടുത്തേക്ക് ഈ പൂജാദികളൊന്നും ആവശ്യമില്ല. നിത്യതൃപ്തനാണ് അവിടുന്ന്. എങ്കിലും ഭക്തന്മാരുടെ ആ സ്തുതികളെ അവിടുന്ന് സ്വീകരിക്കണം. ഒന്നുമെൻ നൈപുണ്യമല്ല കണ്ണ, എല്ലാം നിൻ കാരുണ്യം ഒന്നു മാത്രം എന്ന് പറയുന്ന ഭക്തൻ്റെ തലത്തിൽ ഗജേന്ദ്രൻ പറയുകയാണ്, അടിയൻ്റെ സ്തുതിയുടെ കേമത്വം കൊണ്ടല്ല, മറിച്ച് ആ ഭൂരികാരുണ്യം കൊണ്ട് അവിടുന്ന് ഭക്തന്മാരെ അനുഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നു. അങ്ങനെയുള്ള അവിടുത്തെ പാദാരവിന്ദങ്ങളിൽ ഞാനിതാ നമസ്കരിക്കുന്നു. സത്യത്തിൽ എല്ലാവരുടെയും ഹൃദയത്തിൽ അവിടുന്ന് മിന്നിത്തിളങ്ങുന്നു. മക്കൾ, ബന്ധുക്കൾ, ഗൃഹം, ധനം, ഭൃത്യന്മാർ, ഭാര്യ, എന്നാൽ ഇവരിലൊക്കെ അവിടുന്ന് തന്നെയാണ് മിന്നിത്തിളങ്ങുന്നതെങ്കിലും അവരുടെ ശരീരഭാവത്തെ മാത്രം സ്നേഹിക്കുന്ന ഒരു ഗൃഹസ്ഥന് ഒരിക്കലും അവിടുത്തെ കണ്ടെത്താനായിട്ട് സാധിക്കില്ല. ഇങ്ങനെ ഇതിലൊക്കെ ആസക്തരായിരിക്കുന്ന ഒരാൾക്ക് എങ്ങനെയാണ് അവിടുത്തെ തിരിച്ചറിയാൻ സാധിക്കുക? അപ്പോൾ ഗുണകാര്യങ്ങളിലുള്ള സംഘത്തെ വിട്ടിരിക്കുന്ന മനസ്സോടുകൂടി ആളുകൾ ഹൃദയത്തിൽ എന്നും ചേർത്തു വച്ചിരിക്കുന്ന ആ ജ്ഞാനസ്വരൂപനായ ഐശ്വര്യാദി പരിപൂർണനായിരിക്കുന്ന ജ്ഞാനം, വിജ്ഞാനം തുടങ്ങിയ 6 ഭഗങ്ങളോടുകൂടിയ ഭഗവാൻ എന്ന വാക്കിന് എല്ലാ നിലയ്ക്കും ആ താതാത്മ്യം പ്രാപിച്ചിരിക്കുന്ന അവിടുത്തെ പാദാരവിന്ദങ്ങളിൽ ഞാനിതാ നമസ്കരിക്കുന്നു. ഭഗവാനെ പറയണു, ധർമാർത്ഥ കാമമോക്ഷങ്ങളെ ആഗ്രഹിക്കുന്നവർ ആരെയാണ് ഭജിക്കുന്നത്? അവർക്ക് ഇഷ്ടഫലത്തെ ആരാണ് കൊടുക്കുന്നത്? എന്തിന്? അവർ ആഗ്രഹിക്കാത്ത അനുഗ്രഹങ്ങളെ കൂടി, അല്ലേ? അനഭ്യർത്ഥിതാനപി പട്ടേരിപ്പാട് പറയണു. അങ്ങനെ ആ വരങ്ങളെ, അവരുടെ ആഗ്രഹങ്ങളെ, അവരുടെ ഹിതകാംക്ഷിയായി, ഇതാണ് നമ്മൾ ഇഷ്ടവരം നൽകുക. നമ്മുടെ ഇഷ്ടപ്പെട്ട വരമല്ല, മറിച്ച് നമുക്ക് ഹിതകരമായിരിക്കുന്നത് നൽകുന്ന ഭഗവാനെ അവിടുത്തെ പാദാരവിന്ദങ്ങളിൽ ഞാനിതാ നമസ്കരിക്കുന്നു. ഈ ബന്ധനത്തിൽ നിന്ന് അടിയനെ മോചിപ്പിക്കണേ. ഏകാന്തിനോ യസ്യ ന കഞ്ചനാർത്ഥം വാഞ്ഛന്തിയേ വൈ ഭഗവൽ പ്രപന്ന അത്യത്ഭുതം തച്ചരിതം സുമംഗളം ഗായന്ത ആനന്ദ സമുദ്രമഗ്നാഹ. പറയുകയാണ്, ഞാൻ ഇങ്ങനെ ഈ മുതലപ്പിടുത്തത്തിൽ നിന്ന് രക്ഷപ്പെടണം എന്ന് ആഗ്രഹിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഭക്തി എനിക്ക് അത്രത്തോളം ഉറച്ചിട്ടില്ല എന്നുള്ളത് കൊണ്ടാണ്. ജന്മാന്തരങ്ങളിൽ ചെയ്ത സകല ദുരിതങ്ങളെയും തീർത്ത് പരിശുദ്ധി വരുത്തുന്ന അവിടുത്തെ ആ തച്ചരിതം സുമംഗളം, അവിടുത്തെ ദിവ്യമായ ലീലകൾ, അത് ഗാനം ചെയ്യുന്ന ആളുകൾക്ക് ഇത്തരം ബുദ്ധിമുട്ടുകളൊന്നും അനുഭവപ്പെടില്ല. ആ ഭക്തിരസത്തെ അറിയാത്തത് കൊണ്ടാണ് ഭഗവാനെ സത്യത്തിൽ അടിയൻ ഈ മുതലപ്പിടുത്തത്തിൽ നിന്ന് രക്ഷപ്പെടണം
എന്ന് ആഗ്രഹിക്കുന്നത്. നമുക്ക് ഭൗതികമായ ലൗകികമായ എന്തൊക്കെ തന്നെ ദുഃഖങ്ങളുണ്ടായാലും ഭക്തന് ആ ദുഃഖങ്ങൾ ഒരിക്കലും ഒരു വേദനയായിട്ട് മാറില്ല. സുഖദുഃഖങ്ങളെ ഒരുപോലെ കാണാനുള്ളൊരു മനസ്സ് അവർക്കുണ്ടാവും. നമ്മളെ സംബന്ധിച്ചിടത്തോളം രോഗങ്ങൾ അല്ലെങ്കിൽ കുട്ടികൾ നഷ്ടപ്പെടുക, ഇതൊക്കെ വലിയ ദുഃഖങ്ങളായിട്ടാണ് നമുക്ക് തോന്നുക. പക്ഷേ നോക്കൂ, തനിക്ക് വന്ന രോഗങ്ങളെ തൻ്റെ കൂട്ടുകാരായി സങ്കല്പിച്ചും കൊണ്ടാണ് പട്ടേരിപ്പാട് ഹേ രോഗാൻ, നിങ്ങളെന്താണ് എൻ്റെ കൂട്ടുകാരാണ്, എനിക്ക് ഭഗവാനിലേക്ക് എത്താനുള്ള വഴി നിങ്ങളാണ് ഉണ്ടാക്കി തന്നത് എന്ന് പട്ടേരിപ്പാട് പറയുന്നു. തനിക്കുണ്ടായ ഏക സന്താനത്തെ നഷ്ടപ്പെട്ടപ്പോൾ, ആ സന്താനത്തെ നഷ്ടപ്പെട്ടപ്പോഴും സന്താപമല്ല മറിച്ച് അത് വലിയ സന്തോഷത്തിന് കാരണമാക്കി മാറ്റിയ പൂന്താനത്തിൻ്റെ കഥയും ഒക്കെ നമുക്ക് മനസ്സിലാവുന്നു. ഭക്തിയുടെ മുമ്പിൽ ദുഃഖത്തിന് സ്ഥാനമില്ല എന്നാണ്. എന്നിട്ടും നമുക്ക് ദുഃഖം വരുന്നുണ്ടെങ്കിൽ ഭക്തി ഉറച്ചിട്ടില്ല. ഇപ്പം ഭക്തി എത്ര കണ്ട് ഉണ്ട് എന്ന് അറിയാനുള്ള ഒരു അളവുകോല് കൂടിയാണ് ഇത് എന്ന് പറയുന്നു. അങ്ങനെ തമക്ഷരം ബ്രഹ്മപരം പരേശമവ്യക്തമാധ്യാത്മികയോഗമ്യം അതീന്ദ്രിയം സൂക്ഷ്മമിവാതിദൂരമനന്തമാദ്യം പരിപൂർണമീടെ. ദേശ കാല വസ്തു ഇതിന് മൂന്നിനും അപ്പുറത്താണ്. കാലദേശാവധിഭ്യാം നിർമുക്തം എന്ന് പട്ടേരിപ്പാട് പറയുന്ന അങ്ങനെ ആ എല്ലാത്തിനും കാരണമായ ആദ്യവസ്തുവായ എങ്ങും നിറഞ്ഞിരിക്കുന്ന ആ പരിപൂർണ സ്വരൂപനെ അഹം ഈടെ ഞാനിതാ സ്തുതിക്കുന്നു ഭഗവാനെ. യസ്യ ബ്രഹ്മാദയോ ദേവ വേദാലോകാശ്ചരാചര നാമരൂപവിഭേദേന ഭൽഗ്യാച കലയാകൃത. എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയണത്? അവിടുന്ന് പരിപൂർണനാണ് എന്ന് ബ്രഹ്മാവ്, മഹാദേവൻ തുടങ്ങിയവരൊക്കെ ഇല്ലേ എന്നാണെങ്കിൽ അവരൊക്കെ ഭൽഗ്യാച കലയാകൃത, അവിടുത്തെ ചെറിയൊരംശം മാത്രമാണ് ഭഗവാന്. അവിടുന്ന് എല്ലാത്തിലും ഉപരിയായി. അവിടെ നമ്മൾ കാണുന്നുണ്ട് സത്യവ്രതൻ്റെ സ്തുതി അഷ്ടമസ്കന്ധത്തിൻ്റെ അവസാനത്തിൽ നമ്മൾ കാണും. മത്സ്യമൂർത്തിയോട് പറയുന്നുണ്ട്, ഈ ലോകത്തിലെ സകല ദേവന്മാരും സകല ഗുരുനാഥന്മാരും അനുഗ്രഹിച്ചാലും അവിടുത്തെ അനുഗ്രഹത്തിൻ്റെ അയുതലേശം 10,000-1 പോലും ആവില്ല എന്ന് പറയുന്നത് പോലെ ഈ ബ്രഹ്മരുദ്രാദി ദേവന്മാരൊക്കെ അവിടുത്തെ അംശം, ചെറിയൊരംശം മാത്രമാണ് ഭഗവാനെ. അതുകൊണ്ട് ഭഗവാനിൽ നിന്ന് ലോകങ്ങൾ ഉണ്ടാവുന്നു. അഗ്നിയിൽ നിന്ന് ആ തീപ്പൊരികൾ ഉണ്ടാകുന്നത് പോലെ, സൂര്യനിൽ നിന്ന് കിരണങ്ങൾ ഉണ്ടാകുന്നത് പോലെ, സൂര്യകിരണങ്ങൾക്കൊരു ശബ്ദമുണ്ട്, ഒരു രവം ഉണ്ട് എന്നാണ്. അതുകൊണ്ടാണത്രേ ആ ശബ്ദം കേൾക്കാൻ നമ്മുടെ ഈ ചെവികൾക്ക്, ശ്രോത്രേന്ദ്രിയങ്ങൾക്ക് സാധിക്കില്ല. പക്ഷികൾക്കൊക്കെ അത് സാധിക്കുമെന്നാണ് പറയുക. അതുകൊണ്ടാണ് സൂര്യോദയത്തിൽ അവർ വളരെ പെട്ടെന്ന് ഉണർന്നെഴുന്നേറ്റ് പറക്കുന്നതത്രേ. അങ്ങനെ രവം ഉള്ളത് കൊണ്ടാണ് സൂര്യനെ രവി എന്ന് പറയുന്നത് എന്നും സജ്ജനങ്ങൾ പറയുന്നു. ഏതായാലും ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞു, എന്നാൽ അവിടുന്ന് എല്ലാത്തിൻ്റെയും ഉൽപ്പത്തിക്ക് കാരണമാണ്. അവിടുന്ന് ദേവനല്ല. സവൈ ന ദേവാസുരമർത്യതിര്യങ് ന സ്ത്രീ ന ഷണ്ടോ ന പുമാൻ ന ജന്തു നായം ഗുണകർമ്മ ന സന്നചാസന്നിഷേധശേഷോ ജയതാദശേഷ. അവിടുന്ന് ദേവനല്ല, അസുരനല്ല, മനുഷ്യനോ തിര്യക്കോ സ്ത്രീയോ പുരുഷനോ നപുംസകമോ. അവിടുന്ന് ഇതൊന്നുമല്ല, മറിച്ച് എല്ലാത്തിൻ്റെയും നിഷേധത്തിൽ നൈതി 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 എന്ന് പറഞ്ഞ് അവസാനം എന്തു വരുന്നുവോ അതാണ് അവിടുന്ന്. ഒരു ശില്പിയുടെ അടുത്ത് ചോദിച്ചതുപോലെ എങ്ങനെയാണ് ഇത്ര മനോഹരമായിട്ടുള്ളൊരു ശില്പം ഉണ്ടാക്കിയത്? ഒരു പക്ഷേ ഇപ്പം നമ്മൾ മനോഹരമായിട്ടുള്ളൊരു ശില്പം കണ്ടുകൊണ്ടേയിരിക്കുകയാണ് അല്ലേ? ശ്രീരാമചന്ദ്രസ്വാമിയുടെ അയോധ്യയിലെ അതിമനോഹരമായ ശില്പം. ആ ശില്പിയുടെ അടുത്ത് ആവാം, അല്ലെങ്കിൽ അതുപോലൊരു ശില്പിയുടെ അടുത്ത് ചോദിച്ചു എങ്ങനെ ഈ കല്ലിൽ നിന്ന് ശില്പം ഉണ്ടാക്കുന്നു? ആ ശില്പി പറഞ്ഞ മറുപടി, ഞാൻ കല്ലിൽ നിന്ന് ശില്പം ഉണ്ടാക്കുന്നില്ല, ആ ശില്പം കല്ലിൽ തന്നെയുണ്ട്,
അതിൽ ശില്പമല്ലാത്ത, ഈശ്വരനല്ലാത്ത ഭാവത്തെ മുഴുവൻ ഞാൻ തള്ളിക്കളയുന്നു. ഇതല്ല 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 എന്ന് പറഞ്ഞ് കൊത്തിക്കളഞ്ഞ് അവസാനം എന്തുണ്ടാവണു? ആ ഈശ്വരൻ മാത്രം അവശേഷിക്കുന്നു. ഇതേപോലെ ജീവിതത്തിൽ നമ്മുടെ ഹൃദയപീഠികയിൽ ഭഗവത് സ്വരൂപത്തെ കാണണമെങ്കിൽ ആ ഹൃദയത്തിൽ നിന്ന് ഇത്തരം വികാരങ്ങളെ തള്ളിക്കളഞ്ഞ് പരമാനന്ദ സ്വരൂപനായ ഭഗവാനെ മാത്രം നിലനിർത്താറാവണം. അതിനുള്ള വഴി ശില്പിക്ക് ഉളിയാണെങ്കിൽ ഒരു ഭക്തന് ഉള്ളിലുള്ള ഭഗവത് സമർപ്പണമാണ് ഇതിനുള്ള വഴി എന്ന് ഭാഗവതം പറയുന്നു. ഭഗവാനെ, ഇത്രയൊക്കെ ഞാൻ പറഞ്ഞിട്ടും ഈ മുതലപ്പിടുത്തത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് വിചാരിക്കരുതേ. കാരണം എന്താ? അകത്തും പുറത്തും അജ്ഞാനം മാത്രമായിരിക്കുന്ന ഈ ഗജയോനിയിൽ നിന്ന് അടിയനെ അവിടുത്തെ പാതാരവിന്ദങ്ങളിലേക്ക് എത്തിക്കുന്ന ആ ഒരു മോചനത്തിനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അജ്ഞാനം കാലം കൊണ്ട് നശിക്കുന്നതല്ല, അവിടുത്തെ അനുഗ്രഹം കൊണ്ട് മാത്രമേ അജ്ഞാനമില്ലാതെയാവുന്നുള്ളൂ. ഇരുട്ടില്ലാതെയാവണമെങ്കിൽ വെളിച്ചമുണ്ടാവണം. അവിടുത്തെ കാരുണ്യത്തിൻ്റെ കിരണങ്ങൾ എന്നിലേക്ക് പ്രകാശിക്കുമ്പോൾ എൻ്റെ ഉള്ളിലെ അജ്ഞാന അന്ധകാരം മുഴുവൻ ഇല്ലാതെയാവണു. എന്നോ എങ്ങനെയോ അറിയാതെയെങ്കിൽ പോലും ഉപബോധ മനസ്സിൽ നാം തിരിച്ചറിയണു നമ്മുടെ ഹൃദയപീഠികയിലിരിക്കുന്ന ആ ചൈതന്യമാണ് ഞാൻ എന്ന്. നമ്മളോട് ചോദിക്കുകയാണ്, എന്തെങ്കിലും ചോദിക്കുമ്പോൾ ഞാൻ എന്ന് പറഞ്ഞ് നാം ചൂണ്ടിക്കാണിക്കുന്നത് നമ്മുടെ ഹൃദയത്തെ തൊട്ടാണ്. നമുക്ക് ശരീരത്തിൽ ഒരുപാട് അവയവങ്ങളുണ്ട്, പക്ഷേ ഞാൻ എന്ന് പറയുന്നത് ഇവിടെ തൊട്ടാണ്. അവിടെയാണ് യഥാർത്ഥമായ ജ്ഞാനം എന്ന് നാം തിരിച്ചറിയണു. അതുകൊണ്ട് ഈ അജ്ഞാനജന്യമായ ഈ ഗജയോനിയിൽ നിന്നും എന്നെ മോചിപ്പിച്ച് അവിടുത്തെ പാതാരവിന്ദങ്ങളിലേക്ക് ചേർക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഭഗവാനെ ഞാനിതാ നമസ്കരിക്കുന്നു. സംസാരമോക്ഷം അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ലോകസൃഷ്ടാവായി, ലോകസ്വരൂപനായി, ലോകത്തോട് ബന്ധമില്ലാതെ ലോകമാകുന്ന ഉപകരണത്തെ കൊണ്ട് സൃഷ്ടിസ്ഥിതി സംഹാരലീലകൾ നടത്തുന്ന ലോകത്തിൻ്റെ മുഴുവൻ അന്തര്യാമിയായിരിക്കുന്ന ജന്മാതിരഹിതനായിരിക്കുന്ന അവിടുത്തെ പാതാരവിന്ദങ്ങളിൽ, ആ പുരുഷോത്തമൻ്റെ പാതാരവിന്ദങ്ങളിൽ ഞാനിതാ വീണ് നമസ്കരിക്കുന്നു. സോഹം വിശ്വസൃജം വിശ്വമവിശ്വം വിശ്വവേധസം വിശ്വാത്മാനമജം ബ്രഹ്മ പ്രണതോസ്മി പരം പദം യോഗരന്ധിതകർമാണോ ഹൃദിയോഗവിഭാവിതേ യോഗിനോയം പ്രപശ്യന്തി യോഗേശം തം നതോസ്മ്യഹം. നമോ നമസ്തുഭ്യമസഹ്യവേഗ ശക്തിത്രയായാഖിലധീഗുണായ പ്രപന്നപാലായ ദുരന്തശക്തയേ കദിന്ദ്രിയാണാം അനവാപ്യവർത്മനി. അവിടെ എന്താണ്? യോഗം കൊണ്ട് മാത്രമേ അവിടുത്തെ അറിയാൻ സാധിക്കുള്ളൂ എങ്കിൽ എല്ലാവരും യോഗമാർഗത്തിലൂടെ പോകണ്ടേ? അത് വേണ്ട എന്നാണ്. ആ ഭക്തിയുടെ തലത്തിലൂടെ പോയി ആ ഭഗവാനെ അറിയാനായിട്ട് സാധിക്കും. ഭഗവാന്റെ ശക്തിയായ ആ മായ, അതുകൊണ്ട് മോഹിച്ചിരിക്കുന്ന ജനം ശരീരമാണ് താൻ എന്ന് വിചാരിച്ച് ആത്മഭാവത്തെ അറിയാതെ ഇരിക്കുന്നു. അങ്ങനെയുള്ള ആ അത്യപൂർവമായ മാഹാത്മ്യം നിറഞ്ഞു നിൽക്കുന്ന അവിടുത്തെ ഞാനിതാ നമസ്കരിക്കുന്നു, ഞാനിതാ ശരണം പ്രാപിക്കുന്നു. ഭഗവന്ത മിതോസ്മ്യഹം എന്ന് ശ്രീ ശിവബ്രഹ്മർഷി പരീക്ഷത്തിനോട് പറഞ്ഞു, പരീക്ഷത്തെ ആ ഗജേന്ദ്രൻ്റെ അതിമനോഹരമായ വേദതുല്യമായ ആ വാക്കുകൾ കേട്ടപ്പോൾ മൂർത്തിഭേദങ്ങളെ മുഴുവൻ അതിക്രമിച്ച് നിർഗുണ പരബ്രഹ്മമായ ആ ഭഗവാനെക്കുറിച്ചാണ് പറയുന്നത് എന്ന് മനസ്സിലാക്കിയ ബ്രഹ്മരുദ്രാദിദേവന്മാരൊന്നും ആ ആനരാജൻ്റെ അടുത്തേക്ക് ചെന്നില്ല. ഈ സന്ദർഭത്തിലാണ് തത്രാഖിലാമരമയോ ഹരിരാവിരാസിൽ സകലദേവസ്വരൂപനായിരിക്കുന്ന ആ ഹരിർ ഹരതി പാപാനി ഗജേന്ദ്രൻ്റെ പാപത്തെ മുഴുവൻ
ഇല്ലാതെയാക്കുന്ന തരത്തിൽ സർവാത്മാവായിരിക്കുന്ന ആ ശ്രീഹരി, ഹരിമേധസ്സിൽ നിന്ന് ഹരിണിയിൽ അവതരിക്കുന്ന ഭഗവാൻ, സർവദേവതാസ്വരൂപനായിരിക്കുന്ന ആ ഭഗവാൻ അവിടെ അവതരിച്ചു എന്ന് മാത്രമല്ല, ഭഗവാൻ തം തദ്വതാർത്ഥമുപലഭ്യ ജഗന്നിവാസസ്തോത്രം നിശമ്യ ദിവിജൈ സഹ സംസ്തുവദ്ഭി ഛന്ദോമയേന ഗരുഡേന സമുഹ്യമാനശ്ചക്രായുധോഭ്യഗമദാശു യതോ ഗജേന്ദ്ര. വേദമയനായിരിക്കുന്ന ആ ഖഗേന്ദ്രൻ്റെ പുറത്ത് എത്തിച്ചേർന്ന് ദേവേന്ദ്രനും പൂജിക്കുന്ന ദേവദേവനായ ഭഗവാൻ ആ ഗജേന്ദ്രനെ അടുത്തേക്ക് കളിത്താമരയും വീശിക്കൊണ്ട് ഓടിയെത്തുന്നു. ഭൂരികാരുണ്യവേകാൽ സ്വന്ത സരസ്വരുബലേന ഗൃഹീത ആർത്തോ ദൃഷ്ട്വാ ഗരുന്മതി ഹരിംഘ ഉപാത്തചക്രം ഉൽക്ഷിപ്യ സാംബുജകരം ഗിരമാഹ കൃച്ഛാൻ നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ നാരായണ അഖില ഗുരോ ഭഗവൻ നമസ്തേ നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. താമരപ്പൂക്കളെ കൊണ്ട് അർച്ചിച്ച് ആ തൻ്റെ മുമ്പിലേക്ക് എത്തിയ താമരക്കണ്ണനായിരിക്കുന്ന ഭഗവാനെ കാണാൻ വെള്ളത്തിൽ ആണ്ടുപോയിരിക്കുന്ന ഗജേന്ദ്രന് ഇങ്ങനെ സാധിച്ചു. എങ്കിലും തൻ്റെ കയ്യിലുണ്ടായിരുന്ന ആ താമരപ്പൂവ് ആ ഭഗവാന്റെ ചരണാരവിന്ദങ്ങളിലേക്ക്, ആ മുഖാരവിന്ദത്തിൻ്റെ ഭംഗി കണ്ട് തൻ്റെ കയ്യിലുള്ള ആ അരവിന്ദത്തെ ചരണാരവിന്ദങ്ങളിലേക്ക് സമർപ്പിക്കുന്ന ഗജേന്ദ്രൻ 14 അക്ഷരങ്ങളെ കൊണ്ട് 14 ലോകങ്ങളുടെയും നാഥനായിരിക്കുന്ന അക്ഷരമൂർത്തിയായിരിക്കുന്ന ഭഗവാനെ ഉറക്കെ വിളിച്ച് പ്രാർത്ഥിക്കുന്നു. ഇവിടെ 8ാമത്തെ സ്കന്ധത്തിൽ ആദ്യ പ്രകരണത്തിൽ ഇവിടെ ഒരു ദന്തിയുടെ കരച്ചിൽ നമ്മൾ കേൾക്കും 14 അക്ഷരങ്ങളോടുകൂടി. ആദ്യത്തെ സ്കന്ധത്തിൽ 8ാമത്തെ അധ്യായത്തിൽ ഒരു കുന്തിയുടെ കരച്ചിൽ നമ്മൾക്ക് കേൾക്കാം. അവിടെ യോഗേശ്വരാഖില ഗുരോ ഭഗവൻ നമസ്തേ എന്നാണെങ്കിൽ ഇവിടെ നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരത്തിൽ അയനം ചെയ്യുന്നവൻ, വെള്ളത്തിൽ ശയിക്കുന്ന ആ നാരായണന് മാത്രമേ ഈ സംസാരമാകുന്ന ഈ വെള്ളക്കെട്ടിൽ കിടക്കുന്ന തന്നെ രക്ഷിച്ച് തൻ്റെ കണ്ണുകളിൽ ആ ആനന്ദത്തിൻ്റെ വെള്ളക്കെട്ട് തീർക്കാൻ സാധിക്കുകയുള്ളൂ. ഈ വെള്ളക്കെട്ട് തീർത്ത് കണ്ണിൽ ആനന്ദത്തിൻ്റെ വെള്ളക്കെട്ട് തീർത്തു ഭഗവാൻ എന്ന് പറയുന്നു. അവിടെ ചക്രപാണി പാണി സ്പർശാൽ നക്രപാശം പൊട്ടി. ആ നക്രപാശം ആദ്യം ഭഗവാൻ തൻ്റെ ഭക്തൻ്റെ കാല് പിടിച്ചു. ഭക്തനെ ഇതുപോലെ വിളിക്കാൻ പ്രാപ്തനാക്കിയ നിനക്ക് ഞാൻ ആദ്യം മോക്ഷം തരാം എന്നുള്ള രീതിയിൽ ഭഗവാൻ ആ ഹൂഹു എന്ന ഗന്ധർവന് സാരൂപ്യം, ഗജേന്ദ്രന് സാരൂപ്യവും ആ ഹൂഹു എന്ന ഗന്ധർവന് സ്വരൂപവും നൽകി ഭഗവാൻ അനുഗ്രഹിച്ചു എന്ന് പറയുന്നു. ഗജേന്ദ്രോ ഭഗവത് സ്പർശാൽ വിമുക്തോ ജ്ഞാനബന്ധനാൽ പ്രാപ്തോ ഭഗവതോ രൂപം പീതവാസാശ്ചതുർഭുജ. ഭഗവാൻ താൻ തന്നെയാക്കി മാറ്റി. ഭഗവാന്റെ കാരുണ്യത്തിൻ്റെ പ്രത്യേകതയാണ് അവിടെ. തന്നെ താനെങ്ങനെയാണോ അതേപോലെ പീതാംബരപ്പട്ട് ധരിച്ച് ശംഖുചക്ര ഗദാപത്മങ്ങൾ ധരിച്ചും കൊണ്ട് ആ ഭഗവാനിതാ മിന്നി തിളങ്ങുന്നു. ഗജേന്ദ്രൻ ഭഗവാൻ തന്നെയായി മാറി എന്നും പറയുന്നു. ആ ഭഗവാന്റെ കാരുണ്യം, ആ കാരുണ്യത്തിൽ മാരുതാധീശനായി മിന്നിത്തിളങ്ങുന്ന മാനവ സൗഭാഗ്യമേ, മായയാം സാഗരം തന്നിൽ മുങ്ങുന്നേരം മാധവ രക്ഷിക്കണേ.
മംഗളനാമങ്ങളൊന്നും ജപിച്ചില്ല, മാലേയം ചാർത്തിയില്ല. മാദകമോഹത്തിൽ മുങ്ങി ഞാൻ നിന്നെയും മനസ്സേ ഓർത്തതില്ല. മന്ദാര പുഷ്പങ്ങൾ ചേർത്തു കൊരുത്തതാം മാല ഞാൻ നൽകിയില്ല. മാധുര്യമേറുന്നതൊന്നും അർപ്പിച്ചില്ല, മന്ദരം താങ്ങിയോനെ. മറ്റു പലവിധ ഭോഗങ്ങൾ തേടി ഞാൻ മുറ്റും നശിക്കും മുമ്പേ. മുക്തിയും ഭക്തിയും നൽകണേ ഈശ്വര, മുട്ടുകൾ തീർത്തിടണേ. മൂഢനാമെന്നുടെ നാവിലായി നിന്നുടെ മൂലാക്ഷരം നിറയ്ക്കൂ. മുജ്ജന്മ പാപങ്ങളൊക്കെ നശിപ്പിക്കും മേതുര ഭക്തിയേകൂ. മീട്ടുക നീ എൻ്റെ ജീവിത വീണയെ മായാമയനാം ദേവാ. മാറ്റുക എന്നിലെ മാലിന്യമൊക്കെയും മാപതേ വാസുദേവ. ശ്രീ ഗുരുവായൂരപ്പ മാരുതാധീശനായി മിന്നിത്തിളങ്ങുന്ന മാനവ സൗഭാഗ്യമേ. മായയാം സാഗരം തന്നിൽ മുങ്ങുന്നേരം മാധവ രക്ഷിക്കണേ, എന്നെ മാധവ രക്ഷിക്കണേ. ഗജേന്ദ്രമോക്ഷം എന്ന കഥ ഓരോ തവണ പാടുമ്പോഴും നമുക്ക് ഉറപ്പിക്കാം, ഈ സംസാര അന്ധകാരത്തിൻ്റെ ഈ സംസാരകൂപത്തിൽ വീണുകിടക്കുന്ന ഗൃഹസ്ഥാശ്രമികളായിട്ടുള്ള നമുക്ക് ഓരോരുത്തർക്കും ഏകാവലംബം അവിടുന്ന് മാത്രമാണ്. ഗേഹം ജുഷാമപി എന്ന് ഗോപികമാർ പ്രാർത്ഥിക്കുന്നത് പോലെ ജീവിതത്തിൽ പല പല മേച്ചിൽപ്പുറങ്ങൾ തേടുമ്പോഴൊക്കെ തന്നെ അവിടെയൊക്കെ ആ പശുപാലനായ അവിടുന്ന് വന്ന് ഈ ജീവിത ധേനുവിനെ വേണ്ട വഴിക്ക് നയിക്കാൻ ആ ഭഗവാൻ എന്നും കൂടെയുണ്ടാവണേ എന്ന പ്രാർത്ഥനയോടുകൂടി പൊന്നുഗുരുവായൂരപ്പൻ്റെ സാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്ന ഭാഗവത ഹംസം, ഭാഗവത അർണവത്തിൽ മുങ്ങിക്കുളിച്ചുകൊണ്ടിരിക്കുന്ന സാക്ഷാൽ മഹാഗണപതിയുടെ പരിപൂർണമായ അനുഗ്രഹം നിറഞ്ഞു നിൽക്കുന്ന ഈ വേദിയിൽ എത്രയോ മഹാപണ്ഡിതന്മാരും ശ്രേഷ്ഠരുമായിരിക്കുന്ന എത്രയോ ആചാര്യന്മാരിരുന്ന വേദിയിൽ ഈ ഉള്ളവനെയും ഭഗവാൻ കയറ്റിയിരുത്തി ആ കാരുണ്യത്തിനു മുമ്പിൽ വീണ്ടും വീണ്ടും ശിരസ് കുനിക്കുന്നു. ഈ യജ്ഞത്തിൽ എത്തിച്ചേരാനുണ്ടായ ആ മഹാഭാഗ്യം അത് ഭഗവാൻ നേരത്തെ പറഞ്ഞതുപോലെ 2 വട്ടം നൽകിയ മഹാഭാഗ്യത്തിൻ്റെ പിന്തുടർച്ചയാണ് എന്ന് തിരിച്ചറിയുന്നു. ആ പൂജകപദത്തിലേക്ക് എന്നെ എത്തിച്ച മാതാപിതാക്കളുടെ, ഗുരുപരമ്പരകളുടെ, ഭക്തജനതതിയുടെ, സർവോപരി പൊന്നുഗുരുവായൂരപ്പൻ്റെ ഗണപതിയായും ഗോപീഗണപതിയായും ഭൂതഗണപതിയായും ഒക്കെ മിന്നിത്തിളങ്ങുന്ന ആ മഹാചൈതന്യത്തിൻ്റെ മുമ്പിൽ ഈ അക്ഷരപ്പൂക്കളെ സാദരം ആ ഗജേന്ദ്രൻ താമരപ്പൂവ് സമർപ്പിച്ചതുപോലെ സാദരം സവിനയം സബഹുമാനം സമർപ്പിക്കുന്നു. എല്ലാവരിലും ശാന്തിയും സമാധാനവും സർവോപരി ഭഗവത് ഭക്തിയും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹരേ കൃഷ്ണ.